അല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണവും പിണറായി സഖാവിന്റെ സർക്കാരിന്റെ ഭരണവും തമ്മിൽ എന്താ ഒരു വ്യത്യാസം അമ്മച്ചി കണ്ടത്? ആടും ആനയും എങ്ങനെ നിന്നാ ഇങ്ങനെയുണ്ട്, ആനയും ആടും നിന്നാ ഇങ്ങനെയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആന പോലെ നടക്കാറുണ്ട്. നമുക്കൊരു പട്ടിണിയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, മരുന്നിനുമില്ല. ഇപ്പൊ ഇത് മാവേലി സ്റ്റോർ അടഞ്ഞു കിടക്കുക, ആശുപത്രി അടഞ്ഞു കിടക്കുക. എന്നാ ഉള്ളത്? അതായത് ഒന്നുമില്ല, മരുന്നുമില്ല. ഇയാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ എന്നാ ഉള്ളത്? അയാൾക്ക് നിവർന്ന് നിന്ന് പറയാൻ പറ്റുമോ? അയാൾ ഇപ്പൊ ഒന്നിന്റെ മുതുകല്ലേ ഏട്ടൻ മുതുക് നടന്ന് കുഞ്ഞു നടന്ന് കള്ളം കട്ട് നിന്ന്. പിന്നെ ഇയാൾ ഈ ചെറുനേതാവായിട്ട് നടന്ന കാലം എനിക്കറിയാം. ഈ അടിമാലിക്കട വന്നിട്ട് ഒന്നുമില്ലായിരുന്നു. ഇവര് തൊഴിലാളി ഇപ്പൊ വാർത്ത പറഞ്ഞു കേട്ടു, കേന്ദ്രത്തിൽ നിന്ന് തൊഴിലാളികളെല്ലാം നിങ്ങൾ നടന്ന് കസ്റ്റഡി എടുക്കണം. ഇപ്പൊ തൊഴിലാളി അവരും തൊഴിലാളിയല്ല ഞാൻ. അപ്പൊ അവർക്ക് കൊട്ടാരല്ലേ. പിന്നെ ഇനി ഇതാ തൊഴിലാളി പിണറായി ഒക്കെ തൊഴിലാളിയാ. കൊടിയുമ്പോഴത്തെ ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ ആ മന്ത്രിസഭ കസേര അല്ലാത്ത ഏത് മന്ത്രി അവിടെ ഇരിക്കണേ? ആ കൃഷ്ണൻകുട്ടി, തോമസ്, ഇവരെല്ലാം കസേരകളിൽ നടന്നതാണ്. ആ ഒരുത്തൻ്റെ മേലേക്ക് വീണായിരുന്നു. അന്ന് തുടങ്ങി അവൻ്റെ ശരീരം വീർക്കുക കൃഷ്ണൻകുട്ടിയുടെ. ഇങ്ങനെ തള്ളാത്ത ഓരെണ്ണം ഇതുണ്ടോ? ഒരു നല്ല ഓരെണ്ണം ഉണ്ടോ? മനസാക്ഷി മനുഷ്യ സ്വഭാവമുള്ള ഇതിലടക്കണം നായുടെ സ്വഭാവം, ഈ പേ പിടിച്ച നായുടെ സ്വഭാവമുള്ള. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ അടിമാലിക്കടുത്ത് 200 ഏക്കറിലാണ്. 200 ഏക്കറിലെ പ്രിയ അമ്മച്ചീനെ കാണാൻ വന്നതാണ്. ഈ അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ മറിയാമ്മ ചേടത്തി എന്ന പേരിലാണ് അമ്മച്ചി പ്രശസ്തി ആർജിച്ചിരിക്കുന്നത്. ഈ അമ്മച്ചീനെ അറിയത്തില്ലാത്തവർ മലയാളികളായിട്ട് ആരും തന്നെയില്ല. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ താമസിക്കുന്ന എല്ലാ മലയാളികൾക്കും അമ്മച്ചിയെ അറിയാം. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരിയാണ്, അടിമാലിക്കാരിയാണ്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ഇത്രയും പ്രശസ്തിയായ ഒരു വനിത വേറെ ആരും തന്നെയില്ല. കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മീറ്റിങ്ങിൽ പോലും പങ്കെടുത്ത് മോദിജിയുമായി നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരമ്മച്ചിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മഹിളാ രത്നമാണ് ഈ അമ്മച്ചി. അതുകൊണ്ട് ഞാൻ യുപിയിലായിരുന്നപ്പോൾ മുതൽ ഈ അമ്മച്ചീനെ ഒന്ന് കാണണം, പരിചയപ്പെടണം എന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്നാണ് എന്നെ ഒരു അവസരം കിട്ടിയത്. അമ്മച്ചി, എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. അമ്മച്ചി എവിടെയാ താമസിക്കുന്നത്? ഞാൻ 200 ഏക്കർ അടിമാലിക്കടുത്ത് 200 ഏക്കർ. 200 ഏക്കർ. അമ്മച്ചി ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? കൂത്താട്ടോളം മാറിയ. കൂത്താട്ടുകുളത്താ? മറിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശേഷം പിന്നീട് 200 ഏക്കറിലേക്ക് എത്ര നാളായി? 200 ഏക്കറിൽ വന്നിട്ട് എനിക്ക് 15 വയസ്സിൽ വന്നതാ. 15 വയസ്സ്. ആനക്കാട്ടില് ഏറ്റുമാർത്തലായിരുന്നു. അപ്പനും അമ്മയും ഞങ്ങൾ 8 മക്കളായിരുന്നു. 4 പെണ്ണും 4 ആണും. വിളിച്ചാലേ ഇവിടെ വിളിച്ചാലില്ല, ഇതിനോത്തം കാലമൊന്നും ആയില്ല. അമ്മച്ചിയൊക്കെ ഇവിടെ വരുമ്പോ ഇവിടെ ആനക്കാടായിരുന്നോ? നിറയെ ഏറ്റുമാർത്തലായിരുന്നു, ആനക്കാടാ. ഞങ്ങൾ ഇത് വലിയ മരത്തിൻ്റെ മണ്ടയിൽ മുറിച്ച് ഏറ്റുപാടം കെട്ടിയ കിടന്നേ. ഈ സ്ഥലമൊക്കെ വെട്ടിയെടുത്തതാണോ അതോ വാങ്ങിച്ചോ? വെട്ടിയെടുത്ത എൻ്റെ അപ്പൻ. ഇപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നത്? ഇപ്പൊ പറയുകയാണെങ്കിൽ അപ്പൻ ഇങ്ങോട്ട് വന്ന് കുട്ടിയാണെങ്കിൽ ഒരു 88 ഒരു 90 കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. 90 വർഷമായി. അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വന്നത്. ഞാൻ വരുമ്പോൾ എനിക്ക് 12 വയസ്സുള്ളൂ. 12 വയസ്സേ ഉള്ളൂ. ഇപ്പം 87 കഴിഞ്ഞു. 87 വയസ്സായി. കഴിഞ്ഞു. 87 കഴിഞ്ഞു. അമ്മച്ചിക്ക് മക്കളൊക്കെ എത്ര പേരാ? എനിക്ക് 4 പെണ്ണ, വേറെ ആമ്പിള്ളേരൊന്നുമില്ല. അപ്പൊ ഇതാണ് അമ്മച്ചിയുടെ വീട്? പണിയുന്ന വീട്. അപ്പോൾ അമ്മച്ചി ഈ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ന് കേരളം മുഴുവൻ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി മാറി. അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജോലി ചെയ്യാൻ പറ്റാത്ത ധാരാളം ആൾക്കാരുണ്ട്. ഞങ്ങൾ പട്ടിണി കിടന്ന് മടുത്തു. ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ കണ്ണിലൊഴിച്ച് എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുക പെൻഷൻ ഇല്ല. അപ്പൊ യാതൊരു മാർഗം കാണാതെ ആയപ്പോൾ ഞാൻ ചട്ടി എടുത്തിറങ്ങി. 2 ദിവസം അടിമാലിക്കടെ വാങ്ങി. ഒരു ദിവസം അല്ല, 2 ദിവസമല്ല, ഒരു ദിവസം അടിമാലി, ഒരു ദിവസം 200 ഏക്കർ. അപ്പോഴത്തേനും നിറയെ ആൾക്കാരൊക്കെ അറിഞ്ഞു. പിന്നെ ഇറങ്ങിയില്ല, പിന്നെ വാർത്തയൊക്കെ ആയി. അതെ, ഈ 6 മാസമായിട്ട് ഈ സർക്കാർ ഈ വിധവകൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. 7 മാസം കൊടുക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഈ പ്രായമായ ആളുകൾ ജീവിക്കും എന്ന് സർക്കാരിനൊരു വിചാരമില്ല അല്ലേ? അല്ല, വിചാരമല്ല, അവർ ആഡംബരല്ലേ. അവര് ആ തൃശ്ശൂർ ഉപ്പുകണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പന്തലിൽ തന്നെ അവർക്കൊരു 80 കോടിയെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി സിനിമാടന്മാരെല്ലാം പറയുകയാണെങ്കിൽ 4 രാജ്യത്തും വിളിച്ചു കയറ്റിയത് ഒക്കെ കൂടെ കൂട്ടുക. ആ 90 രൂപയുടെ 90 കൂട്ടുക. അപ്പോൾ എത്ര കോടിയായി?
ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? അല്ല, ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടുത്തെ പാവങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഒരു ആഡംബരം ചെയ്യുന്ന ആളാണോ? അപ്പം ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അപ്പം ഞങ്ങൾ അടുത്ത പണി ഞാൻ ചെയ്താൽ ചട്ടി. അപ്പോൾ ഈ ചട്ടി എടുത്തുകൊണ്ട് പിന്നെ അടിമാലി ടൗണിൽ ഒരു ഭിക്ഷക്കാരിയെ പോലെ ഭിക്ഷ യാചിക്കാനായിട്ടാണ് പോയത്. ചട്ടി പിന്നെ ഒരു ബോർഡ് വിട്ടു. ആ ഞാൻ ആദ്യം കയറിയത് പഞ്ചായത്തിലാണ്. പഞ്ചായത്തിൽ കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ. അല്ല, പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവരെന്താ അമ്മച്ചിയോട് പറഞ്ഞേ? പഞ്ചായത്തിൽ കയറി ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ നിവൃത്തിയില്ല, മരുന്ന് മേടിക്കണം, അരി മേടിക്കണം, അപ്പം നിങ്ങൾ കഴിവുള്ള എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ അല്ല, അവർ വല്ല സഹായം ചെയ്തോ? അവരൊന്നും ചെയ്തില്ല. അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ഒരു 5-8 പോലീസുകാർ 10 രൂപ വെച്ചിട്ടു. രണ്ട് പാർട്ടി 3 പാർട്ടി പോലീസ് ഉണ്ടായില്ല. ഒന്ന് BJP, ഒന്ന് CPM, ഒന്ന് കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസിന്റെ വീണെന്ന് എൻ്റെ വിശ്വാസം. മറ്റൊരു വിടാൻ സാധ്യതയില്ലല്ലോ, അവർക്ക് ഇഷ്ടമല്ല. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. അല്ല, അന്നേരം ആ പോലീസുകാർ ചോദിച്ചില്ലേ അമ്മച്ചി എന്തിനാണ് ഈ ചട്ടിയായിട്ട്? ചോദിച്ചു. ഞങ്ങൾക്ക് നിവൃത്തിയില്ല, മരുന്ന് മേടിക്കണം, ഞങ്ങൾ കുറേ നാളായി പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം 4 ദിവസമെങ്കിലും കഞ്ഞി കുടിക്കണം ഞങ്ങൾക്ക്, അതിന് തന്നെ ഇറങ്ങിയതാന്ന് പറഞ്ഞു. ഒരാത്തന്നു അവിടുന്ന് പോകുന്നു. പിന്നീട് ഈ ചട്ടിയുമായിട്ട് അമ്മച്ചി പിന്നെ രാഷ്ട്രീയക്കാരെടുത്ത് പോയോ? പിന്നെ നമുക്ക് രാഷ്ട്രീയം അറിയില്ല. എല്ലാ കടകളിലും കയറി, കടകളിൽ കയറി. അപ്പോൾ വണ്ടിക്കാരുടെ അടുത്ത് പോയി. കുറേ ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു കേന്ദ്രത്തിൽ പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, കേന്ദ്രത്തിൽ നിങ്ങളും പോയി കണ്ടിട്ടില്ല, നിങ്ങൾക്ക് എനിക്കും തുല്യമല്ലേ കേരളം, അപ്പം നിങ്ങൾ ആ പാതിരിയെ കണ്ടിക്കാൻ പോയേനെ. നിങ്ങളിവിടെ വലിയ പന്തൽ വിട്ട് കിടക്കിട്ട് ബക്കറ്റും വെച്ച് പിരിവ് നടത്തി. അത്രയും വലിയ പിരിവൊന്നുമില്ല. ഞാൻ ചെറിയ ചട്ടിയായിട്ട് ഇറങ്ങിയത്. അപ്പം എനിക്കും സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങളിനി പോയി കാണിക്കാൻ ഞാൻ പോകാറുണ്ട്. അല്ലെങ്കിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു BJPക്കാരൊന്നും ഒരു നിന്നെയും കാട്ടിയിട്ടില്ല, മുസ്ലിം കാട്ടില്ല. ഈ CPMകാരും CPI ആണ് വൃത്തിയായിട്ട് എല്ലാം കാട്ടിയത്. അവര് അമ്മച്ചിക്കെതിരെ എന്തൊക്കെ പ്രവൃത്തിയാ ചെയ്തത്? അവരെന്നാ തടയുകയൊക്കെ ചെയ്താൽ തടഞ്ഞു. ഈ ഒരു മാസത്തിനകം എന്നെ തടഞ്ഞു. ഞാൻ മരുന്ന് മേടിക്കാൻ പോയതാണ്. അപ്പം കലാസക്കൊട്ടുണ്ട് അവിടെ അടിമാലിൽ. CPMൻ്റെ ഉണ്ട്, CPI കോൺഗ്രസിൻ്റെ ഉണ്ട്, BJPയുടെ ഉണ്ട്. BJPക്കാരൊന്നും ചെയ്യാല. അവരെന്നാ സഹായികളാണ്. കാര്യം എന്തും ആയിക്കോട്ടെ, അവർ ഭയങ്കര സഹായം എനിക്ക്. അല്ല, ഈ 88 വയസ്സുള്ള ഒരു അമ്മച്ചിയെ തടയാന്ന് അങ്ങനെയല്ല, ഞാൻ പോന്നു. അപ്പം കോൺഗ്രസ്സുകാർ അങ്ങോട്ട് മരുന്ന് പോകാൻ നിവൃത്തിയില്ല. റോഡ് നിറയെ ആള് വണ്ടിയാ. തിരിച്ചു പോന്നപ്പോൾ 2 പേരെ എൻ്റെ പുറം ഓടി വന്നിട്ടുണ്ട്. അപ്പം എന്നാന്നറിയാം, മറിക്കുട്ടി ദേ പോകണ്ടെന്ന് പറഞ്ഞ ഓടിയാണ്. ഞാനവിടെ ഒന്ന് എന്നാന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ BJPയുടെയും കോൺഗ്രസിൻ്റെയും കൊടി പിടിക്കുമെന്ന് ചോദിച്ചാൽ ഏത് കൊടിയാ പിടിക്കേണ്ടതെന്ന് നിങ്ങൾ പറ, നിങ്ങളുടെ കൊടി ഏതാ അത് പറ. അപ്പം നിങ്ങൾ കാണിച്ചു തന്നാൽ ആ കൊടി ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു. അത് തെറു പറഞ്ഞു. അപ്പം സമയം പോയതുകൊണ്ട് ഞാൻ പോന്നു. പിറ്റേ ദിവസം ഞാൻ പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ ഒരു 5-6 പോലീസോടാണ് ശരിയായ മൊഴി കേൾക്കും. എസ്ഐ വിളിച്ചപ്പോൾ എസ്ഐനെ അടിച്ച് പല്ല് കളയുമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അതിലൊരാൾ ഈ CPMകാരൻ, അവൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അല്ല, രാഷ്ട്രീയക്കാരൻ പറയാണ് എസ്ഐയുടെ പല്ലടിച്ചു പറിക്കുന്നു. അപ്പം SI എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അത് കോടതിയിലേക്ക് ഇറക്കി. അപ്പം പാർട്ടിയാണോ ഭരിക്കുന്നത്? അല്ല, പാർട്ടിയാണോ ഈ കാര്യം നോക്കേണ്ടത്, അത് പോലീസാണോ നോക്കേണ്ടത് എന്നുള്ള ഒരു അല്ല, അവർ പോലീസുകാരെ ചെയ്യണം പറഞ്ഞാൽ എന്തോരം പോലീസുകാരെ വെട്ടും കുത്തും കൊണ്ട് ആശുപത്രി കിടക്കണത് നമ്മൾ കാണണ്ടല്ലോ. പോലീസിന് കണ്ടമാനം ഉദ്ധരിക്കണം. ഈയിടെ SIനെ വെട്ടിയും കുത്തി ആശുപത്രി കിടക്കണം. പിന്നെ അവരെ നീതി പറയാൻ നമുക്ക് പറ്റിയല്ല. അവർ നമ്മൾ മർദ്ദനം കേൾക്കുമ്പോൾ അവർ കേൾക്കണം. അപ്പം ഞാൻ അവരെ കുറ്റം. അതായത് നമ്മൾ കേരളത്തിൽ താമസിക്കണമെങ്കിൽ CPMകാരെ പേടിക്കണം. ആഴ്ച താമസം വരുമെന്ന് പറഞ്ഞു. മരിക്കുന്നവരെ വകവയ്ക്കലാന്ന് ഞാൻ പറഞ്ഞു. അപ്പം കോടതിയിലേക്ക് വിട്ടു. അപ്പം എനിക്ക് നോട്ടീസല്ല പോലീസ് ഒരു നോട്ടീസ് കൊണ്ടെത്തണം. അപ്പോൾ ഇന്നോസെൻ്റ് എല്ലാം പറഞ്ഞു. ഞാൻ പോയി കോടതിയിൽ പോയി. അവിടെ ഇച്ചിരി നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അമ്മച്ചീനെ ഉപദ്രവിച്ച ഈ നേതാക്കന്മാരാരൊക്കെ, അവരുടെ പേര് പറയാൻ ബുദ്ധിമുട്ടില്ലേ? പറയാം, പേരറിയാൻ പാടില്ല. നമ്മൾ ഇവന്മാരെ കണ്ടിട്ടുണ്ടെന്നല്ല, ഞാൻ അവരോട് സഹകരിക്കാറൊന്നുമില്ല. എനിക്കിങ്ങനെ നടക്കുന്നവരോട് മിണ്ടണ ഇഷ്ടമല്ല. ഞാൻ ഒഴിവായി പോകുള്ളൂ. റോട്ടറി വിൽക്കുന്ന അവനാ ഇരുന്ന്, അവൻ്റെ പേരും മാണി, അവൻ്റെ പേര് മറ്റവൻ്റെ പേര് അറിയില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ നോട്ടീസ് കിട്ടി ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വക്കീലന്മാരൊക്കെ എന്നെ അറിയും. എങ്ങനെ അറിയുമെന്ന് എനിക്കറിയാം. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും എന്നെ വലിയ കാര്യമായിട്ട് വലിയ കാര്യമാണ്. അപ്പം അവിടുന്ന് ഒരു വക്കീൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പം ആ വീട്ടുപേരും പേരും ചോദിച്ചപ്പോൾ ഞാൻ അറിയണേ എൻ്റെ കാർന്നമാരെയൊക്കെ. അപ്പം അതൊരു 1000 രൂപ വന്നു. വേറെ ഒരു വക്കീൽ 500 രൂപ വന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് കോടതി നേരത്തെ പിരിഞ്ഞു. ആ പിരിഞ്ഞുകൊണ്ട് എനിക്ക് ഉപകാരം കിട്ടി. അപ്പം ഈ ക്ലർക്ക് ഇവിടെ അന്മേലുള്ള എന്നെ അറിയണം. ആ മത്സരത്തിൻ്റെ വേഗം കൊണ്ട് കൊടുത്തു. എന്നെ വിളിച്ച് ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഞാൻ നടന്ന സംഭവം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തെറി പറഞ്ഞത് പറയാൻ പറഞ്ഞു. ഞാൻ പറയാം അങ്ങനെ എങ്ങനെയാ സാറേ പറയണേന്ന് ചോദിച്ചു.
പറയാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ പറഞ്ഞു. പറയാതിരിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ പറയണ്ടേ, ഞാൻ പറഞ്ഞു. ആ മൊഴി കോടതി വന്നിട്ടുണ്ട്. അവരൊന്നും കൂട്ടു നിന്നിട്ടില്ല. അവർക്ക് ഒക്കെ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. കോടതി അതെ, ഇവിടെ സ്റ്റേഷനിലാണെങ്കിലും പോലീസുകാരും നമുക്ക് നല്ലത് തന്നെ ചെയ്തിട്ടുള്ളൂ. അല്ല, ഇങ്ങനെ ഈ ഉപദ്രവിക്കുന്ന ആളുകളെ ഇത്രയും പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്, 88 അത് വേറെ അങ്ങനെ പറയരുത്. അപ്പൊ ഈ 6 വയസ്സായ കൊച്ചങ്ങളെ ഈ വണ്ടിപ്പെരിയാർ കൊന്നില്ല. ഇന്നലെ വാർത്തയുണ്ടാകും, ഞാൻ കണ്ടു. ഇത് 3-ാം കൊല്ലം. അപ്പൊ ഈ 6 വയസ്സിനായതിനെ പോലും മുഖ്യമന്ത്രിക്ക് മാലക്കണ്ണ ഇതുവരെ അയാൾ കണ്ടിട്ടുമില്ല, അവർ അന്വേഷിക്കാനും പോയിട്ടില്ല. അത് എന്താണെന്നും കൂടെ അന്വേഷിച്ചിട്ടില്ല. വളരെ 2 കൊച്ച, ഒരു കൊച്ചനെയും ഈ പെണ്ണായി നല്ലോണം കിട്ടിയാൽ ആ ഒന്നിനെ കൊന്നിട്ട് ചോദ്യമില്ല, 2 കൊന്നില്ലേ. അപ്പം മധുവിനെ കണ്ടില്ല. 2 കിലോ അരി എടുത്തെന്നും പറഞ്ഞു ഇവിടം തുടങ്ങി വരിഞ്ഞു ഇവിടം വരെ 2 കിലോ അരി അല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് അവർക്ക് CPM-കാരാ, അവർക്ക് വാറ്റുണ്ട്, കഞ്ചാവുണ്ട്, അതിൽ ഫോറസ്റ്റുകാർക്ക് പങ്കുണ്ട്. അപ്പം ആ കേസ് എങ്ങനെ തെളിയും? അതിനിങ്ങനെ 2 കിലോ അരിക്ക് 100 കിലോ അരി കേരളക്കാർ കൊടുത്താനല്ലോ കഞ്ചാവാന്ന് അവർക്ക് പറയാൻ പറ്റുമോ? ഈ CPM-ൻ്റെ ആൾക്കാരാ, ഈ പിണറായിയുടെ ആൾക്കാരാ, അവർ പറയുമോ? അപ്പം ഞാനത് ആവശ്യപ്പെട്ടു. മധുവിൻ്റെ കേസ് ഞങ്ങൾക്ക് അറിയണം. അപ്പം കോൺഗ്രസ്സുകാരുടെ ചില സുധാകരൻ്റെ കേസ് ഒരു മണത്ത് പിടിക്കാനുണ്ട് കാര്യം, അത് തെളിവില്ലാത്തൊരു കാര്യമാണ്. ഈ തെളിവുള്ള കാര്യം ഈ ക്രൈംബ്രാഞ്ചിൻ്റെ എന്താ കണ്ണറിയാൻ പാടില്ല. ചൂണ്ടിക്കാട്ടെന്ന് ഒരാൾ ക്രൈംബ്രാഞ്ച് പിടിക്കണുള്ളൂ. അപ്പം ഒറിജിനൽ ക്രൈംബ്രാഞ്ചാണ് ഈ മധുവിൻ്റെ പിടിക്കട്ടെ, ഈ പിള്ളേരെ പിടിക്കട്ടെ. അത് ഞങ്ങൾ ചോദിച്ചു. അത് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ആ കുഞ്ഞുങ്ങൾ ജനിച്ച പാവമല്ല, ഒരു പാവമുണ്ടോ പറ? കുഞ്ഞുങ്ങൾ നമ്മുടെയാന്നേ. കുഞ്ഞുങ്ങളെന്നല്ല, ഒരു അസുമാരത്തിൻ്റെ സൂക്കേടുള്ള ഒരു മനുഷ്യൻ 30 വയസ്സിൽ കൂടൂല. തിരുവനന്തപുരം ഈ കഴിഞ്ഞ ബാച്ച് ഈ കാലും കൊണ്ട് അതിൻ്റെ ബെൽറ്റേൽ ഈ കാലും കൊണ്ട് വിരലും കൊണ്ട് ഇങ്ങനെ പൊക്കും, താഴത്തേക്ക് ഇടും. ഇങ്ങനെ എത്ര പ്രാവശ്യം ഇട്ടെന്ന് നമുക്കറിയില്ല. അത് ആശുപത്രി ചികിത്സയ്ക്ക് പോയതല്ലേ. എന്ത് വിശ്വസിച്ച് നമ്മൾ ഈ കേരളത്തിൽ ആശുപത്രിയിൽ പോകും? ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ? അത് ഞാൻ കാണാട്ടെ തന്നുള്ള ആ മനുഷ്യൻ എന്ത് വേദന സഹിച്ചു, ചികിത്സയ്ക്ക് പോയതല്ലേ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഈ പിണറായി ഭരിക്കുന്ന ആശുപത്രിയിൽ പോകും? ഈ വീണ ജോർജ് എന്ന് പറഞ്ഞു അത് പറയണത് അവിടെ ചെയ്തു ഇവിടെ ചെയ്തു. ഈ അടിമാലി എന്നെ ആശുപത്രി പോക്കണ്ട്, കെട്ടിപ്പൊക്കണ്ട്. നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ പുറം പോലെയാണ്. അപ്പം ആ മുല്ലപ്പെരിയാർ പൊട്ടാറായിരിക്കുക. അതിന് കൈക്കൂലി മരിച്ചേക്കാണ് ഏക്കർ, 100 കണക്കിന് ഏക്കറായി മന്ത്രിമാർ തമിഴ്നാട്ടിൽ നിന്ന് മരിച്ചാണ്, കോടിക്കണക്കിന്. അപ്പോൾ ഈ പിണറായി മാസം ഈ തമിഴ്നാട്ടിലെ മന്ത്രിമാരെ കാണാൻ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ജനത്തിനെ കാണാൻ അവന് കണ്ണില്ല. അത് കണ്ണി തിമിര പിണറായിക്ക്. ഈ തിമിരുള്ളവനെ ഈ മുഖ്യമന്ത്രി ആക്കേണ്ട കാര്യമുണ്ടോ? കണ്ണറിയാവുന്നവരെ ഇരുത്താൻ പാടില്ല ഞാൻ ചോദിക്കണത്. അവർക്ക് ഇഷ്ടപ്പെടാനല്ല, ഇവിടെ ജനത്തിന് ജീവിക്കണം. അത് ഞാൻ പറയുന്നത് തെറ്റാണോ? അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം. ഇത് ഇല്ലാത്ത കാര്യങ്ങൾ മധുവിൻ്റെ ഇല്ലാതിരിക്കണം, പിള്ളേരെ ഇല്ലാതിരിക്കണം. അത് തന്നെ നമ്മുടെ വയനാട്ടിലൊരു കൊച്ചൻ കോളേജിൽ പഠിച്ചു. ആ കൊച്ചിന് 2-3 മാസക്കാലം അവർ പീഡിപ്പിക്കാൻ തുടങ്ങി. പീഡിപ്പിച്ച് അതിൻ്റെ വസ്ത്രം വരെ സ്കൂളിൽ ചെന്നാൽ കൊടുക്കുകയല്ല. ഈ കോളേജിൽ എന്തിനാ ഇടിമുറിയുടെ ആവശ്യം എന്നാ? അവിടെ പോലീസ് സ്റ്റേഷനുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഈ പാർട്ടിക്ക് എന്നാ കണ്ടറിയാൻ പാടില്ലാത്ത. അപ്പം ഈ ഇടിമുറി വെക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഇവൻ്റെ ഭരണം പോയാൽ പിണറായി ഇനം വെക്കണം. അവനെ കാരണം ഇടിമുറിയിൽ വേനയുണ്ടോയെന്നറിയാം. അവൻ്റെ കുടുംബത്തെയും കാരണം അവൻ്റെ പാർട്ടിയും കാരണം. ഈ SFIനെ നട്ടു വളർത്തിയ ഈ പിണറായി അല്ലേ. അവരെന്തോരം എണ്ണാൽ തന്നെ ആ വണ്ടി ഇറക്കിയില്ലേ, ആ വണ്ടി ഇറക്കിയുടെ പട്ടിയും പൂച്ചയും വരെ യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേരെ തലി പൂച്ചട്ടി അടിച്ചു. ഓരോ എണ്ണത്തിൻ്റെ തലേക്കട രക്തം ഒഴുകണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പിണറായി കണ്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ കണ്ണ് എന്ത് കണ്ണ്? അപ്പോൾ ഈ കാഴ്ചയില്ലാത്തതിന് മുഖ്യമന്ത്രിയാക്കാൻ കാഴ്ചയുള്ള പിള്ളേരില്ലെന്നെ ഞാൻ ചോദിക്കണേ. അയക്ക് കണ്ണിന് തീരെ കാഴ്ചയില്ല. വല്ല തിമിരാന്നാ പറയണേ. വല്ല ആശുപത്രിയും കൊണ്ടുപോയി വല്ല കണ്ടാൽ ഡോക്ടറെയും കാണിക്കാതെ ഈ മുഖ്യമന്ത്രിയായിട്ട് ഇരുത്തണേ എന്തിനാ? ഇരുത്തണേ എന്തിനാ? ഞാൻ കണ്ട കാര്യങ്ങളാ പറയണേ. അമ്മച്ചി ഒരു നിവൃത്തിയില്ലാതെ പട്ടിണി കിടന്നു മടുത്തതിന് ശേഷമാണ് ഇറങ്ങണത്. അല്ല, ഞാനേ ഇവിടെ പല വീടുകൾ കാണിക്കുക. ഇങ്ങനെ ഒരു മുറ്റത്ത് വെള്ളം ഇരുന്ന് എടുക്കാൻ പറ്റാതെ മകന് മാനസികരാകും. തള്ള ചെറുപ്പാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ കുനിഞ്ഞൊരു വെള്ളം, ആരും ആശ്രയമില്ല. അപ്പനും അമ്മയും മരിച്ചുപോയി. 2 ആങ്ങളമാരുണ്ടാകും, മരിച്ചുപോയി. 2 അനിയത്തിയവരെങ്ങാണ്ട് അകലെയാണ്. പിന്നെ നാട്ടുകാരും എല്ലാം ചെയ്തെങ്കിലോ? അങ്ങനെ എല്ലാവർക്കും മനസ്സാക്ഷിയുള്ളവരെല്ലാവരും ഉണ്ടോ? എല്ലാം ഉണ്ടോ? ഒരു മനുഷ്യൻ നന്നാകണം. ഇവിടെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടമല്ല, എന്നാൽ കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അല്ലെ, അമ്മച്ചീനെ പോലെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രായമായവർ ഇഷ്ടം പോലെ. ഞാൻ ഇവിടെ കാണിച്ചു തരാം. വേണ്ട, അകലെ പറയണ്ട. ഞാൻ പത്തനംതിട്ട പോയാ. അല്ല, പത്തനംതിട്ട അല്ലല്ലോ, കൊട്ടാരക്കര. അവിടെ ഈ ഞാൻ ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോയതാണ്.
അപ്പം അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ നല്ല മിഷനാണ്. അയാൾ പാവങ്ങൾക്ക് ഫോൺ മേടിച്ച് വെച്ചോണ്ട് കൊടുക്കാൻ. അപ്പം എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കല്യാണം കഴിഞ്ഞു അതിലെ വന്നു. എൻ്റെ കൂടെ 3-4 പേരുണ്ട്. അതിലെ വന്ന് ഈ ഇപ്പം വിളിച്ചില്ല കനകൻ, അവനുമുണ്ട്. അവിടെ വന്നപ്പോൾ ഞങ്ങൾ തന്നെ നോക്കിയിരിക്കുക. കുറേ കള്ളന്മാർ വയസ്സായ എന്നിട്ട് പിന്നെ നമ്മൾ പൊട്ടി കരഞ്ഞു പോയിട്ട് വസ്ത്രങ്ങൾ കണ്ട ഒരു നിവൃത്തിയില്ല. എന്നിട്ട് അതൊക്കെ ഫോൺ ഒക്കെ കൊടുത്ത് ഞങ്ങൾക്കാണെ സങ്കടം വന്നു. ഞങ്ങൾക്ക് വല്ല നിവൃത്തിയുണ്ടോ, സഹായിക്കാൻ പറ്റുമോ? ഇത് കണ്ടിട്ട് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല അവരുടെ സ്ഥിതിയാണ്. ആ മെമ്പർ ഒരേ വീട് കയറി ഇറങ്ങി, നാട്ടുകാരുടെ വരെ കട കയറി ഇറങ്ങി കിട്ടിയ കാശാ. ആ മെമ്പറാന്ന് പറഞ്ഞിട്ട് അവർക്കുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് കഴിവും അതിൻ്റെ അപ്പുറം അങ്ങാരും ചെയ്യണം. എന്ത് ചെയ്യും? ഇല്ലാഞ്ഞിട്ടാണോ? അമ്മച്ചി ഈ ചട്ടിയായിട്ട് ഇറങ്ങിയതിന് ശേഷമേ പിന്നീട് ഇത്രയും വിവാദമായത് എങ്ങനെയാ? പാർട്ടിക്കാര് പ്രശ്നം ഉണ്ടാക്കിയതാണോ? അവർക്ക് സഹിക്കാൻ പറ്റുമോ? അവർക്ക് സഹിക്കാൻ പറ്റും. ഞാൻ ചോദിക്കണം. അപ്പം അവർ ഇപ്പം ഡൽഹിയിൽ പോയി അസംബ്ലിയൊക്കെ കൂടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കുടുംബം കയറി എല്ലാവരോടും വോട്ട് ചോദിക്കണം. എന്നെങ്കിലേ നമ്മുടെ പാർട്ടി വളരും. അവരെങ്ങനെ കയറി വന്ന് കുടുംബം കയറി നോക്കും? മുഖത്ത് നോക്കാൻ പറ്റിയല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിച്ചും കൊന്നവർ നമ്മുടെ വീട്ടിലിങ്ങനെ വീട് അവരുടെ പാർട്ടി ഒന്നാക്കാൻ വരും. അവർക്ക് എല്ലാ വീട്ടിലും വരാൻ പറ്റിയല്ല. അമ്മച്ചീനെ ഈ സഹായിച്ചവർ കൂടുതലും BJP-ക്കാരാണോ കോൺഗ്രസ്സുകാരാണോ? രണ്ടു കൂട്ടരും കുഴപ്പമില്ല. BJP. അമ്മച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ? ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. കോൺഗ്രസ്സുകാരി ഞാൻ കാരണന്മാരായിട്ട്. അതിപ്പോൾ എവിടെ പോയാലും ഞാൻ അന്നേ ഇറങ്ങണം ഞാൻ പറഞ്ഞു. ഞാൻ മുസ്ലിം ലീഗിൻ്റെ കൂടെ പോകും, BJP-യുടെ കൂടെ പോകും, കോൺഗ്രസും പിന്നെ ആരുടെ കൂടെ പോയാലും. കാരണം അവർക്ക് ദൈവം ഇല്ലയെന്ന് പറയുന്ന പാർട്ടി കൊലപാതകം നടത്തുന്ന ദൈവത്തിൻ്റെ മക്കളൊന്നും അല്ല. അതെയോ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർ ദൈവം ഇല്ല എന്ന് പറയുന്ന പാർട്ടിയാണ്. അതിനപ്പം രണ്ടു കൂട്ടരും ശരിയാണ്. അതിപ്പോൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റാനായിട്ട് ഞാൻ വായിച്ചാൽ പറയല്ല ഇനി. കാരണം എന്നാ എനിക്ക് പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ കൂടെയൊക്കെ പോയതല്ലേ, എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? പറ. അപ്പോൾ പിന്നെ BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഈ അമ്മച്ചിയുടെ ഈ പ്രതിസന്ധിയിൽ അമ്മച്ചിയെ സഹായിക്കാൻ വന്നു. ആ BJP-ക്കാരെ സഹായിച്ചു. ഇതിൽ കൂടുതൽ സഹായിച്ചാരാ? BJP-ക്കാരാണോ? കുറവൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. സുരേഷ് ഗോപി എനിക്ക് ഇപ്പോഴും പെൻഷൻ തന്നുകൊണ്ടിരിക്കുക ബാങ്കിൽ. അതുപോലെ കൃഷ്ണന്മാർ. ഈ സുരേഷ് ഗോപി ആയിട്ട് എങ്ങനെയാ അമ്മച്ചിക്ക് ഒരു ബന്ധം വരുന്നത്? ബന്ധം വന്നത് ഈ വാർത്തയിൽ വന്നേ പിന്നെ സാറ് കണ്ടതാ. ഇങ്ങനെ വാർത്തയിൽ ഇത് സാറ് എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞതാ. നമുക്ക് ഓരോ അനുഭവങ്ങൾ പറയാൻ പറ്റൂല. ഈ സാറ് പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി കുറേ വീടുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒറ്റക്കാർ പെണ്ണുങ്ങളുണ്ട്, അവർക്ക് ആരും സഹായമില്ല. ഇത് നോക്കുമ്പോൾ ആകാശവും ഭൂമിയുള്ളൂ. പൊട്ടിക്കരഞ്ഞു. ഈ സാറ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു സുരേഷ് ഗോപി. അമ്മച്ചിക്ക് ഒരു വീട് വന്നിരിക്കുന്നു. ആ വീട് പണിത്ത് താക്കോൽ കൊടുത്ത അങ്ങനെ പലർക്കും കൊടുത്ത ആളാണ്. ആ രാഷ്ട്രീയം നോക്കുന്ന ആളല്ല ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത്. ഒരു ദൈവപുത്രനെപ്പോൾ ഞാൻ കണക്കാണ്. അതിന് രാഷ്ട്രീയ കാര്യം BJP-യില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയം നോക്കിയാൽ ഇപ്പം ഇനിയിപ്പോൾ ജയിച്ചാലും അവിടെ രാഷ്ട്രീയം നോക്കിയാല എല്ലാവരും സഹായിക്കും. അല്ല നമുക്ക് 5 കൊല്ലം കൊണ്ട് നോക്കിയോ ആ മുഖപക്ഷയിലായി. അത് നമുക്ക് അങ്ങനെയുള്ളവരെ അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയത്തിൽ കൊള്ളിക്കാൻ പറ്റിയല്ല. അതുപോലെ മണി അങ്ങനെയാണ്, കലാമണി. പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, എന്നാ സത്യം. ഒരു 3 പേരെ ഞാൻ സിനിമ കാണുന്നുള്ളൂ സിനിമയിൽ. പിന്നെ സുരേഷ് ഗോപി ഇപ്പോഴും വിളിക്കാറുണ്ടോ? എന്നെ വിളിച്ചാറിന് പോയില്ല. അവിടെ വോട്ടിൻ്റെ സമയത്ത് കോൺഗ്രസ്സുകാരും ഒപ്പം ഉണ്ടാകും. അപ്പം നമുക്ക് അവിടെ പോയി മുരളി കർണാരൻ്റെ. അപ്പം എനിക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അതാ പോയാൽ അല്ലേ പോയത്. അവിടെ ആ മറ്റവരായിരുന്നു തീർച്ചയായിട്ടും പോയാൽ CPM-കാർ. ഞാൻ പോയാന്. ഇവരായത് കൊണ്ട് അമ്മച്ചി പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തി ഒരു ദൈവപുത്രനെ പോലെയാണെന്നാണ് പറയുന്നത്. അതെ. ഒരു രാഷ്ട്രീയം ഇല്ല ഇത്. അല്ല നമുക്കറിയാം 5 കൊല്ലം രാഷ്ട്രീയം നോക്കിയതാ. ആ സാറ് രാഷ്ട്രീയക്കാരനല്ല. നല്ലൊരു വികസനം, നല്ലൊരു മനുഷ്യനാണ്. ആ കല്യാണത്തിന് ഇതൊന്ന് കണ്ടവർക്കറിയാം. ഒരു 2 ഏക്കർ 2 മൈൽ നടന്നാലും എത്തൂല, അത്രയും ജനാർ. എല്ലാവരും ഒന്നേപോലെ കണക്കാക്കും. എൻ്റെ മകളൊക്കെ പോന്നിട്ടുണ്ട്. അമ്മച്ചി പ്രധാനമന്ത്രിയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തല്ലോ, ആ അനുഭവം ഒന്ന് പറയാമോ? ആ അനുഭവം എനിക്ക് നമുക്ക് ആരംഭം തുടങ്ങി BJP-ക്കാർ ധാരാളം പറ്റിയുണ്ട്. അവരെന്ന് പറഞ്ഞാൽ നമുക്ക് സഹായം ഉണ്ടായിട്ടുള്ളൂ. അന്ന് വരെ ഇന്നും വരെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയാൽ എന്തുകൊണ്ട് അവരിവിടെ ആരോടും ഒരു തമ്മിറ്റെല്ലാം ഉണ്ടാക്കിയിട്ടില്ല. അടിമാലില്ല, ഇവിടെ എങ്ങുമില്ല. പിന്നെ നമ്മൾ UP-യിൽ എവിടെ ഇവിടെയും പറയേണ്ട കാര്യമില്ല. എൻ്റെ ഈ വീട്ടിൽ അപ്പറേ ഇപ്പം ആ പെൺകൊച്ച് പള്ളിക്കുട്ടി പഠിക്കുക 5-ൽ എന്ത് വൃത്തികെട്ട പുസ്തകം കൊണ്ടിട്ടുണ്ടെന്നറിയാം. അപ്പം എൻ്റെ കഥ ഇത്ര കഥ. ഈ CPM-കാർ
ആ പുസ്തകം ഞാൻ സൂക്ഷിച്ച് വെച്ചു പഞ്ചായത്ത് മെമ്പറെ വെച്ചു. അത് ഞാൻ പഞ്ചായത്ത് മെമ്പറെ വെച്ചു. ആ മെമ്പറെങ്കിലും വിളിച്ച് ചോദിക്കട്ടെ വെച്ചു. ആ മെമ്പർ ഒതുക്കുകയത് പുറത്ത് ഇറക്കിയില്ല. ഞാൻ ചോദിക്കാനും പോയില്ല. പിന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ട ഈ കൊച്ചും ഞാൻ തന്നെയുള്ളൂ. അപ്പം ഞങ്ങൾ സഹിക്കുകയല്ല, അത് വേറെ ഒരു മാർഗ്ഗമില്ല. ഈ CPM അവരോട് അതുപോലെ തൊട്ടടുത്ത് ഇവിടെ ഒരു വീട് പാവങ്ങളാണ്, അവർ ബന്ധുക്കോസുകാരാണ്. അവർ പെണ്ണുങ്ങളുള്ള ആണുങ്ങളില്ല. അവർ അവിടെ മതിൽ കെട്ടി. ആ മതിൽ കെട്ടിയത് ഈ CPM അവർ കെട്ടിയതിൻ്റെ പിറ്റേ ദിവസം അവരവിടെ ഇല്ല. ഞാൻ നോക്കുമ്പോൾ പിക്കാസും അലഭാഗം കൊണ്ടുവന്ന് കുത്തി പൊളിച്ച് മാറ്റിയിട്ട് തവിട്ട് കൂടി. അവർക്കൊരു 10,000-50,000 രൂപ മുടക്കം. ഈ അമ്മച്ചിയോട് ഈ CPM-കാർക്ക് ഇത്രയും വൈരാഗ്യം അങ്ങനെയല്ല. എന്നോട് പ്രത്യേകം വഴക്ക. ഞാൻ കണ്ടത് കാര്യം പറയണ കണ്ട. ഇപ്പൊ ഒരാളുടെ ഇട്ടും ബുദ്ധിരയിക്കുക. പോലീസ് വന്ന് വെച്ചു കണ്ടോന്ന് ചോദിച്ചാൽ കണ്ടു. ഞാൻ പറയും അതുപോലെ ആ മതിൽ വിട്ടു പൊളിച്ചു. കണ്ടവർ ഇഷ്ടം പോലെ ഉണ്ട്. പോലീസ് വന്നപ്പോൾ ഞാൻ കണ്ടോ അവർ ഇന്നോരാ പൊളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് വൃത്തിയായിട്ട് കൂട്ടി നിൽക്കിയതാ. ആ CPM എന്നല്ല ആരായാലും അത് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ കൊള്ളാവോ? അത് ചെയ്യാൻ കൊള്ളാവോ? അത് ചെയ്യാൻ പാടില്ല. അപ്പം അനിയതിക്കാൻ കൂട്ടിയിരിക്കുകയല്ല. അതിൻ്റെ സ്വഭാവം തന്നെയാണ്. ഇപ്പം ഈ പ്രധാനമന്ത്രിയുടെ മീറ്റിങ്ങിലേക്ക് അമ്മച്ചിനെ ആരാ ആദ്യം വിളിച്ചത്? BJP-കാർ വിളിച്ചു. എൻ്റെ അടിമാലി ഉണ്ടല്ലോ. അല്ല, അപ്പോൾ അവിടെ പ്രധാനമന്ത്രിയുടെ മീറ്റിങ്ങിൽ പോയതിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞേ കേൾക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ പ്രധാനമന്ത്രി മീറ്റിങ്ങിൽ പങ്കെടുത്തെന്ന് പറഞ്ഞ ഒരു അഭിമാനം. അവരെന്ന് പറഞ്ഞാലുണ്ട്, അവർ പല മീറ്റിംഗത്തിന് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ആലപ്പുഴ പോയിട്ടുണ്ട്, തൃശ്ശൂർ പോയിട്ടുണ്ട്, പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് പോയി ഒക്കെ അവരുടെ കൂടെ പോയി. അവരെ നമ്മളെ പൊന്നു പോലെ കൊണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല. ഒരു വാർത്തക്കാർ പോലും അവർ അതിനകത്ത് കൂടെ കയറി വരിക. ആ സമയത്ത് അത്ര സൂക്ഷ്മമായിട്ട് കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി. അവരുടെ കാര്യം നടക്കും, പൊക്കോളാൻ പറയും. ഇതുള്ളൂ. ആ സമയത്ത് അവരങ്ങനെയല്ല, ഉള്ള പോലെ പറയും. പിന്നെ അവർ UP-യിൽ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. കന്നാലി ഇറച്ചി എന്നും പറഞ്ഞ് ഞാൻ പിടിച്ച് കെട്ടി 2-3 നിരത്തി കാലും കൈയും കൂട്ടി കെട്ടി തല്ലി കൊല്ലുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കും വാർത്ത. ഞാൻ കണ്ണടയ്ക്കും, കാണ്ട് സഹിക്കാൻ പറ്റാനായിട്ട്. അത് അവരുടെ ദൈവമെന്നാണ് പറയുന്നത്, BJP-യുടെ. അത് നമ്മുടെ ദൈവമൊന്നുമല്ല. അത് പിന്നെ ഈ CPM-കാർ അവരുടെയും കാര്യം പറയാലോ. തിരുവല്ലയിൽ CSI-ക്കാരുടെ കൺവെൻഷൻ ക്രിസ്മസ് പിള്ളേർ പാടാൻ പോയിട്ട് പിള്ളേർ വിശന്നല്ലേ തന്നെ. ചോറുണ്ടായിരുന്നു, ഈ ചെണ്ടമുറിയും കപ്പയുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് കഴിക്കാനായിട്ട് കൈ കഴിയപ്പോൾ CPM-കാർ കയറി ആ ചോറെല്ലാം തട്ടി മറിച്ച്. ഇനി CPM-കാർ കേരളത്തിലുണ്ടാവില്ല. അവർ തറ പറ്റി. കാരണം SIP-കാർ എവിടെയാണെങ്കിലും എവിടെ പെണ്ണുങ്ങൾ താമസിച്ച ഒരു ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പാൾ ഇവർക്കൊന്നും അനങ്ങാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ അവരിരിക്കുന്ന എവിടെയാണ് വാഴനരയിൽ അവർ വേണ്ട തല്ലിപ്പൊളിക്കൽ ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളയുക. അങ്ങനെ ഒരു പാർട്ടിക്കും ചെയ്യാൻ കൊള്ളുക. BJP-കാർ ചെയ്യുന്നല്ല. ഞാൻ ഇതുവരെയും കണ്ടില്ല വാർത്ത. ഈ തെരഞ്ഞെടുപ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകെപ്പാട് ഒരു സീറ്റേ കിട്ടുകയുള്ളൂ. അത് തന്നെയല്ല, മനുഷ്യൻ പട്ടിണി കിടക്കുമല്ലേ. ഇപ്പം നിസ്സാരം പറയാം, അടിമാലി ഇപ്പം പൊക്കി പണിയുണ്ട്. അത് കുഴൽക്കൂട് പോലെ പൊക്കുണ്ട്. ഡോക്ടറില്ല, 3-4 ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർ ഇല്ലാത്ത ദിവസം നേഴ്സന്മാരെ കൊണ്ടുവന്ന് ഈ കൊമ്പും കോലും എടുത്ത് എഴുത്തും. ഡോക്ടറെ രീതിയിൽ ഡോക്ടറല്ല. ഇവരെങ്ങനെ മേക്കപ്പ് ചെയ്യുക? ഡോക്ടർ ഇല്ലെങ്കിൽ അതിന് പകരം അവരുടെ പണ്ടാരൊക്കെ ഇട്ട് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് ഞാൻ കണ്ണിന് പോയതല്ല, ഓപ്പറേഷൻ ചെയ്താൽ അവിടെ തന്നെ എനിക്ക് മരുന്ന് എഴുതി തന്നു കണ്ണിന്. ഞാനത് പുറത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ അത് നമുക്കിട്ട് കണ്ണു പോകണ ഇടപാടാണ്. അത് ഇവിടെ ഇരിപ്പുണ്ടാക്കിയിട്ട് മരുന്ന് ഞാൻ മേടിച്ചല്ല, 140 രൂപ. പിന്നെ ചെന്ന് പനിയായിട്ട്. അപ്പം എനിക്ക് ഈയിടെ പനി വന്നു, ന്യൂമോണിയായിട്ട് തരും. ഞാൻ 140 രൂപ ഗുളിക്ക്. അപ്പോൾ എക്സ്റേ എടുക്കാൻ എഴുതി. എക്സ്റേ എടുക്കണ്ടെന്നു. എന്നിട്ട് ഞാൻ പുറത്തേക്ക് വന്നാൽ വലിച്ചൂരാ പടയിലേക്കാണ്. എന്നിട്ട് ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി. അപ്പം പിന്നെ ഈ കട്ടിലേക്ക് കിടക്കുക, ഈ ചേച്ചി കിടക്കണേനല്ലേ മരുന്നൊക്കെ പുറത്തുനിന്നാ. പിന്നെ അവിടെ കിടക്കണേ എന്തിനാ? ഒരു മരുന്നുമില്ല, എല്ലാം പുറത്തേക്ക്. അപ്പോൾ ആ ചീട്ട് ഇത്ര നിങ്ങളെ കടലാസ് തന്നു. ആ കടലാസ് തിന്ന് നമുക്കിവിടെ രോഗം പോവോ? അപ്പോൾ ആ വലിച്ചൂരിയ പടയിലേക്ക് കളഞ്ഞ്. പിന്നെ അവിടെ മരുന്നില്ല. അല്ലെങ്കിൽ അതൊന്ന് പോയി നോക്കാം, ആർക്ക് വേണേലും. ഇവർ പുറത്തേക്കാണ് എത്തും മുഴുവൻ. പിന്നെ അവിടെ കിടക്കണേ എന്തിനാ? അത് തന്നെയാണ് മുട്ടോളം ചേറ്. അതിൻ്റെ അകത്ത് കയറിയാൽ കുഷ്ഠരോഗം വരെ വരും. മുല്ലപ്പെരിയാർ പൊട്ടിയ എറണാകുളംകാർ പേടിക്കല്ല. കാരണം താലൂക്കിൽ തടയാനുള്ള ശക്തിയല്ലേ പണിയനെ. ജനങ്ങൾക്ക് ഇറക്കാൻ പറ്റിയില്ലെങ്കിലും മുല്ലപ്പെരിയാറിലെ വെള്ളം കുറേ ഒതുക്കാൻ പറ്റും. അല്ല പ്രയോജനമൊന്നും ആ ആശുപത്രിയില്ല, ഈ അരിമാലില്ല. അല്ലെങ്കിൽ വന്ന് ചെക്കിയിട്ടാ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരട്ടെ. അവിടെ എന്നാ ഉള്ളതെന്ന് നോക്കും. ഇത് എന്തിനാ കൊള്ളും കൂടുതൽ വെക്കണം? ഇവർക്ക് പേര് കിട്ടാൻ, വികസനം ഉണ്ടായി. ഇവർ ആലപ്പുഴ പോയി വികസനം. അതുകൊണ്ട് അവൾക്ക് ആരോഗ്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവൾ ആരോഗ്യം കൊണ്ട് പണ്ട് നടന്നാളൂ. അല്ല മനുഷ്യൻ്റെ അത് അവർക്ക് കിട്ടാൻ വീട്ടുകാർക്കുള്ള ആരോഗ്യം. അല്ല നാട്ടുകാർക്കൊന്നും പറ്റിയ ആരോഗ്യമൊന്നും അല്ല.
അപ്പൊ ഈ ഇത്തവണ ഇവർക്ക് ഒരു സീറ്റേ കിട്ടിയുള്ളൂ, പൂർണ്ണമായി പരാജയപ്പെട്ട. അതൊരു കുറിച്ചരാ. അവര് ഒരു കോളനിയാ വയനാട്ടില്. ആ കോളനി എന്ന് പറഞ്ഞ ഒരു പ്രദേശം മുഴുവൻ കുറിച്ചരാണ്. മറ്റൊരു ജാതിയിൽ അവർ കയറ്റിയല്ല. അവർ മലയാളി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികളൊന്നും കയറ്റിയല്ല, അവർ ഇറാഖൊന്നും കയറ്റിയല്ല. അവർക്ക് അമ്പും വില്ലും ഇഷ്ടംപോലെ ഇറച്ചിയില്ല, എന്തിറച്ചിയും തരാം അവര്. ആ സമയത്ത് മന്നാനും മുഴുവനും തിന്നാൻ പറ്റിയല്ല, കുറിച്ചിറച്ചിയില്ല. അവരുടെ പറമ്പിലും മയിലും അന്ന് കണ്ട എല്ലാ മൃഗങ്ങളും വരും, അവർക്ക് ഇഷ്ടം പോലെ തന്നെ. അപ്പം അവർക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് പിണ്ടാക്കി വിട്ട് കൊടുക്കുന്ന എന്നാ നഷ്ടം അവർക്ക്? എല്ലാം നഷ്ടമുണ്ടോ? അവർക്ക് മയിലിന് വേണോ ആനേനെ വേണോ എന്ത് വേണേലും പഠിച്ചു തന്നെ. മറ്റുള്ളവരാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പം പിന്നെ ആ കുറിച്ചരി ജയിക്കാതിരിക്കുമോ? കുറിച്ചര അവിടെ. ഈ എൻ്റെ മകള് അത് എന്നാ ഞാൻ ഇത്ര കൃത്യം പറയണമെന്ന് അറിയാം. എൻ്റെ മകൾ പറഞ്ഞ പനമര. ഞാൻ ഒരു കുറിച്ചരുടെ വീട്ടിൽ പോയി. അപ്പോൾ കുറിച്ചരുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു അവിടുത്തെ വലിയ ആളുണ്ടായിരുന്ന ഒരു വഴക്ക് പറയാം ഞാൻ, ഇനി പോകണ്ടെന്ന്. ഞാൻ പിന്നെ പോയില്ല. അവിടെ രഹസ്യമുണ്ട്. ബി ജെ പിക്ക് ഈ തവണ കേരളത്തിൽ 20% വോട്ട് കിട്ടിയെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? അത് വഴി തുറന്നു കൊടുത്ത ഈ പിണറായി അന്നേ. അതെ അല്ലേ? ജനത്തിന് സഹിക്കാൻ പാടില്ല. ഇവൻ എങ്ങനെയെങ്കിലും കരിയാപ്പല പോലെ എടുത്ത് ഇവനെ കടലിൽ മുക്കി കൊല്ലണമെന്ന് ആൾക്കാർക്ക് ആരും. ഈ പിണ്ടാനെ ജീവനോടെ വിടാൻ ആർക്കും ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ഇവൻ്റെ വാലെ കുറേ പോലീസ് നടക്കണോണ്ട് അവനെ വിട്ടേക്കണവാ. ഞാൻ തമാശ പറയണമൊന്നുമല്ല. ഇവന് ഇല്ലായ്മയാക്കാൻ. ആദ്യത്തെ 5 വർഷം പിണറായി സർക്കാരിന്റെ ഭരണം നല്ലതായിരുന്നെന്നാണ്. അത്ര അല്ല, ആൾക്കാർക്ക് അവരുടെ പാർട്ടിക്ക് അല്ലായിരുന്നു, വേറെ ആർക്കും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളെ പോലെയുള്ള ആർക്കും കിട്ടി. അത് അവരുടെ പാർട്ടിക്ക് ഇപ്പോഴും അപ്പോഴും നല്ലതായിരുന്നു. ഇന്നും നല്ല അന്നും നല്ല. കാരണം അവരെവിടെയും അത് എത്ര പേരെ കൊന്നാലും അവർക്ക് എന്നാ പ്രശ്നം? അവരവിടെ പോവുക, പിണ്ടായി അങ്ങോട്ട് എല്ലാം ഓതി ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെയല്ലേ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാ. അപ്പം അന്നും ഇന്നും അവരുടെ പാർട്ടിക്കാ ഗുണം, കോൺഗ്രസ്സുകാർക്കല്ല ബി ജെ പിക്കോ മറ്റാർക്കും ഒരു ഗുണമില്ല. ഇനിയിപ്പോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമോ? അധികാരത്തിൽ വന്നാൽ ഇവരെങ്ങനെ വീട് കയറി ചെല്ലും? ഈ 5 വയസ്സായ കൊച്ചുങ്ങൾ എത്രയെണ്ണ കൊന്നു വല്ല കണക്കുണ്ടോ? പിന്നെ അതിൻ്റെ തിരുവല്ല അപ്പുറം ഒരു കൊച്ച്, അതിൻ്റെ മൂത്ത കൊച്ചു അത് അടുത്തൊരു വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അതിനെ പിടിച്ചോണ്ട് പോയില്ലേ? പിടിച്ചോണ്ട് പോയിട്ട് എവിടെ കൊണ്ടുപോയിട്ടെ? സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട്. ഇവരുടെ അറിവ്, ഇവർക്ക് നല്ല മനസ്സറിവുണ്ട്. മനസ്സറിവ് ഇല്ലാഞ്ഞിട്ടൊന്നും. പിന്നെ വയനാട്ടിൽ ആ കൊച്ചിനെ കൊന്നു. ഇവിടെ എം എം മണി എന്ന് പറഞ്ഞ അവനെ ഒളിപ്പിച്ചു, ആ കൊലപ്പിള്ളേനെ. എം എം മണി മന്ത്രിയാ, എം മണി. അതുപോലെ ആ 6 വയസ്സായ കൊച്ചിൻ്റെ കാര്യം അറിയാം. പിന്നെ അവൻ 4 വരെ കൊന്നതാ, 4 വരെ. അത് കൊടിവേലി കൃഷ്ണൻ രാജാക്കാട്ടിൽ എന്നൊരു മീറ്റിംഗ് കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി വെച്ചതിൻ്റെ പിറ്റേ ദിവസം 2 ആളെ കൊന്നു, പിന്നെ 2 ആളെ കൊന്നു, 4 ആളെ കൊന്നു. 4 ആളെ ഒന്നിന് ഞാൻ പറയുന്ന പാവങ്ങളുടെ പടത്തലവൻ. അത് നേരാണല്ലോ, പാവങ്ങളുടെ അതാണല്ലോ. ഏക്കറുകൾ മരുമക്കൾ ഏക്കറുകളാണ് പിടിച്ചാണ്. പൊന്മുടി, രാജാക്കാട്, സൂര്യവല്ലി, അതുപോലെ ആനച്ചാല്. ആ പാവങ്ങളുടെ എല്ലാം ഒന്ന് ചെന്ന് നോക്കണം. പാവങ്ങളാകട്ടെ പെമ്മക്കളെ. ഈ പാവങ്ങൾ എന്ന് പറഞ്ഞ മരുമക്കളും വേറെ ആരും ഇല്ല. എങ്ങനെയല്ലേ മൂടുപട ഇടണം? ഇവരെങ്ങനെ ചെല്ലും? ഇപ്പൊ എന്റെ കൊച്ചിനെ കൊന്നു, എന്റെ വീട്ടിൽ പുസ്തകം ഇട്ടു, വൃത്തിയായിട്ട പുസ്തകം. അത് എങ്ങനെ എന്റെ മുഖത്ത് നോക്കി അവർ ചോദിക്കും? അതൊന്ന് പറയണം. ഈ ഈ ചത്ത പിള്ളേരുടെ വീട്ടിൽ ഇവരെങ്ങനെ ഒന്ന് ചോദിക്കും? എൻ്റെ വീട്ടിൽ എങ്ങനെ ഒന്ന് ചോദിക്കും? വൃത്തികെട്ട പുസ്തകട്ടെ എങ്ങനെ ചോദിക്കും? അവരുടെ ആ വീട്ടിൽ ഞാനാ പറഞ്ഞ ആ വീട്ടുകാർ അവരുടെ അങ്ങനെ അതെങ്ങനെയെന്ന് ചോദിക്കും? ഇതൊക്കെ പറയണ്ടേ? നാണം കെട്ട അങ്ങനെയൊന്നും കേട്ടില്ല കേട്ടോ. കറണ്ടാന്ന് പറയും. അവരുടെ മനസ്സിൽ ഇരിക്കണം, ചെറിയ കൊള്ളാന്ന് പൂരി. അത് നടക്കാൻ പോണില്ല. അവർക്ക് നേരത്തെ ചിന്തിക്കണം. വലിയൊരു കടത്തിലാണ് നിൽക്കുന്നത്. കടത്തിൽ എന്ന് പറഞ്ഞാൽ അവനെ മുക്കി കൊന്നാൽ മതി. അവൻ്റെ വാർപ്പ് സഹിതം ഉണ്ടാക്കണം. ഈത്തപ്പഴം കൊണ്ടുവന്ന് എനിക്ക് ആദിവാസിക്ക് കഷ്ടപ്പഴം കൊടുക്കും. ആദിവാസിക്ക് അറിയില്ല എന്നാ പഴാന്ന്. ഏതാണ്ട് നല്ല പഴാന്നോട്ട് ഇവിടെ കുറേ ഈത്തപ്പഴം നമുക്ക് ഇവിടെ കിട്ടിയല്ലേ, അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുവന്ന് എല്ലാം കിട്ടിയല്ല. ആ പഴം അവർ പങ്കുവെച്ചെടുക്കും. ഈ പഴം ഈത്തപ്പഴം കുറേ വേറെ ആർക്കും കൊടുക്കുകയില്ല. കാരണം മലയാളിക്ക് തിരിച്ചറിവുണ്ട്. ഈ കാട്ടിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അവർ തിന്നും. അവരെ കവിളിപ്പിച്ചു നാട്ടുകാരെ പബ്ലിക് പറ്റിയല്ല. ഒരു വാർപ്പെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലേ? ആ തൊന്നയെന്ന് പറഞ്ഞു അവൾ എല്ലാ തെളിവും കൊടുത്തു സാക്ഷിയായിട്ട്. കാര്യം അവളുണ്ട്, അവിടെ കെട്ടിയവനുണ്ട്, ഉണ്ടായിക്കോട്ടെ. ശങ്കരനും ഉണ്ട്, പിണ്ടായിയുടെ മകളുണ്ട്, ഭാര്യയുണ്ട്, പിണ്ടായിയുണ്ട്. അത് വലിയ ശ്രാഗ അവനുണ്ട്, അതിൻ്റെ മരുമകനുണ്ട്. പിണറായി വിജയൻ സഖാവ് പറഞ്ഞതേ, അല്ല അയാൾ നോണ പണ്ടേ നോണായനല്ലേ. പിണറായി വിജയൻ സഖാവ് പറഞ്ഞത് തൃശ്ശൂരിൽ BJP ജയിച്ചത് അത് കാര്യഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. വർഗീയ ശക്തികൾ നമ്മുടെ കേരളത്തെ പിടിച്ചടക്കുന്നു. അത് ശരിയാ.
അവർ തന്നെ പറഞ്ഞ മുസ്ലിങ്ങളെ കടക്ക് പുറത്ത് മുസ്ലിങ്ങളോട് പറഞ്ഞു. മുസ്ലിങ്ങളോട് പറഞ്ഞെങ്കിൽ എൻ്റെ മകളെ കൊണ്ടുപോയത് അവൻ്റെ മക്കളുടെ കെട്ടിയവനും ജീവിച്ചിരിപ്പില്ലേ. അപ്പം പിന്നെ ഈ കാക്കാനെ എടുത്ത് എങ്ങനെയാ മുസ്ലിങ്ങൾ കടന്നു പോകണമെന്ന് പറഞ്ഞ പിന്നെ അവൻ്റെ മരുവാനെ കാക്കാനില്ലേ. എന്നാ അപ്പോൾ പോവുകയാണെങ്കിൽ മരുവാനും പോകണ്ടേ. അല്ല കുറേ കാക്കന്മാർ തന്നെ വിടാൻ പറ്റുമോ? അത് പറ്റുമോ? അപ്പൊ ഇവന്റെ മരുവാനും പോണല്ലോ കൂടെ പോണ്ടേ. അപ്പൊ ഇവന് വെളിവുണ്ട് പറയാ. ഈ ബിജെപിയുടെ ഒരു വളർച്ച നമ്മുടെ കേരളത്തിന് നല്ലതാണോ? നല്ലതാണോന്ന് ചോദിച്ചാൽ ഇതിന് വഴി കൊടുക്കും. മനുഷ്യൻ പട്ടിണി കിടന്ന് മടക്കും. എങ്ങനെയായാലും കഞ്ഞി കിട്ടാനാ നോക്കോളൂ. അത് ഏത് പാമ്പായിക്കോട്ടെ കടിക്കാതിരുന്നാൽ മതി. അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് മനുഷ്യന്. ഏത് പാമ്പായിക്കോട്ടെ അവനെ കടിക്കണം. ഈ പൊണ്ടായിക്ക് ഒരു കാര്യമുണ്ട്. ഈ പൊണ്ടായി ഇതുപോലെ തന്നെ വാർപ്പ് കൊണ്ടുവന്ന് എന്തെല്ലാം കൊണ്ടുവന്നു. ആ വാർപ്പ് കൊണ്ട് ഈത്തപ്പഴം കൊണ്ടുപോകും. ഇതൊക്കെ കൊണ്ടുവന്നു. പൊണ്ടായിട്ട് മരുവാൻ പറഞ്ഞ എന്നാന്നറിയാം. ഞാനൊരു ചൂണ്ടയിടാൻ പോയി. ആദ്യം ഒരു വല്ലു കിട്ടി. അതെങ്ങനെ കൊടുക്കും? പിന്നെ രണ്ടാമത് ഒരെണ്ണം കിട്ടും ഒപ്പ. അപ്പം കോലഞ്ചേരി മുത്തപ്പന് നേർച്ച നടന്നു. പൊണ്ടായിട്ട് മകൻ ഇനി ഒരെണ്ണോടെ കിട്ടിയാൽ മുത്തപ്പന് കൊടുക്കാം. അല്ല ഇത് രണ്ടും ഒപ്പം ഇരിക്കണം. അപ്പോൾ ഒന്നോടെ കിട്ടി. ഒന്നോടെ കിട്ടിയപ്പോൾ പാലം കിടന്നപ്പോൾ പുഴയിലേക്ക് 3 കൂടെ കഴിപ്പോയി. അപ്പോൾ അത് കിട്ടിയിട്ട് എന്ത് വിശേഷം? കോലഞ്ചേരി മുത്തപ്പന് കളിയും കാര്യം അറിയാൻ പാടില്ല. മുത്തപ്പന് കളിയും കാര്യം അറിയാൻ പാടേ. അപ്പം മുത്തപ്പനെ കളിപ്പിച്ച മുത്തപ്പനൊന്ന് കളിപ്പിച്ചു. നീ കൊണ്ടുപോകണ്ട. ഇത് തന്നെയാ പൊണ്ടായിട്ടാ പോകുന്നത്. ഈ പ്രാവശ്യം കോൺഗ്രസിന് ഭയങ്കര വിജയമാണ് കിട്ടിയത്. ഇനി ഇതിലപ്പുറം ഇനി ഇവിടെ രാജീവ് ഗാന്ധി ഇവിടെ ഭരിക്കും. രാഹുൽ ഗാന്ധി ഭരിക്കും നമ്മുടെ മുമ്പ്. ആ ദൈവം അതിൻ്റെ ആള്. ദൈവത്തിന് പോലും സഹിക്കാൻ പറ്റില്ല. ഈ മാലാ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ദൈവത്തിന് ഒരു പാവം ചെയ്യാത്ത കുഞ്ഞുങ്ങളാ. അത് ദൈവം അവരുടെ കൂടെയുണ്ട്. അത് ഇതിനൊന്നും പങ്കുകൂടാത്തവരുടെ കൂടെ ദൈവം കൂടെയുണ്ട്. ഞാൻ ഈ ചാലി പറയാൻ കഴിയാല. അതുകൊണ്ടാണ് എൻ്റെ ഉണ്ടായിട്ട് പറയാൻ. അതെനിക്ക് അല്ലെങ്കിൽ എനിക്കത് പറയാൻ അറിയാം. ഈ ഭരണം ഇത്രയും മോശമായിട്ടും ആളുകൾ എന്താ പ്രതികരിക്കാത്തത്? പ്രതികരിക്കാൻ പേടിച്ചിട്ട് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുന്നവരങ്ങ് ഇറങ്ങും. അത്രേ ഉള്ളൂ. എനിക്കെന്തോരം പീഡനം ഉണ്ടായി. പോലീസിന്റെ ഭാഗത്തുനിന്ന് പീഡനം ഉണ്ടാവും, അതുപോലെ പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്ന് പീഡനം ഉണ്ടാവും. എനിക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിൽ കുറെ നല്ല ആൾക്കാരുണ്ട്. അവരൊക്കെ ന്യൂട്രിയിൽ എന്നോട് വർത്താനം പറയും. ഇവിടെ കൊണ്ടുപോയി തന്നിട്ടുണ്ട് എന്നെ സഹായിച്ചെടുത്ത്. അവർക്ക് പുറത്ത് പറയാൻ പറ്റിയത്. കാരണം പിന്നെ അവരുടെ പുറത്തേക്ക് ഉയരം പിന്നെ അവരെ ജോലിയിൽ അവരെ എന്തെല്ലാം മരണം ചെയ്യണം. ഇപ്പം 112 പോലീസുകാരെ ആത്മഹത്യ ചെയ്യണം ഇവരുടെ പീഡനം കൊണ്ട്. ഇതൊക്കെ എങ്ങനെ അമ്മച്ചി അറിയുന്നു? പത്രം വായിക്കുന്നുണ്ടോ? ഞാൻ TV വാർത്തയൊക്കെ വിടുന്ന ആളല്ല. ഇതെല്ലാം കാണും. ചില ആളുകൾ പറയുന്നതേ 86-ാമത്തെ വയസ്സിലും അമ്മച്ചിക്ക് ഇത്രയും അറിവുണ്ടെന്ന് പല ആളുകളും അല്ല. നോണിയാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. ഇത്രയും പോലീസ് എത്തിട്ടില്ല എന്നൊന്നും അറസ്റ്റ് ചെയ്യട്ടെ. ഈ ചാല് മനോരമ ചാലും മാതൃഭൂമിയിൽ കാണിക്കണ വെറുതെ ഒന്നുമല്ല. അവരപ്പാപ്പ അന്ന് നമുക്ക് ഇട്ട് തന്നെ ഉണ്ട്. അപ്പൊ നമ്മളിത് കാണുമല്ലേ. അതും കളവൊന്നുമല്ല. അവർക്ക് കളവിടാൻ പറ്റിയല്ല. അപ്പം പിന്നെ അവരിട്ടണ എനിക്ക് പറയാൻ പാടില്ലേ. അപ്പം ഇത്രയും പോലീസുകാർ ചത്തു. പിന്നെ ആദിവാസി ഒരു പോലീസ് ഉണ്ടായിരുന്നു, മന്നാനാറ്. ജാതി പ്രശ്നം പറഞ്ഞ ആളെ പച്ച കുടിക്കാനാണ്. ആട്ട് ട്രെയിൻ ഓഫീസിൻ്റെ അവിടെ ചത്തു കിടന്നു ഒറ്റയ്ക്കേ. അതെ. അമ്മച്ചിക്ക് ഇത്രയും ധൈര്യമൊക്കെ എങ്ങനെയാ? എവിടെ നിന്ന് കിട്ടിയ? പണ്ട് ആനക്കാട്ടില് താമസിച്ച ആ ആനയും പോത്തിനെയും പന്നിയൊക്കെ കാട്ടിലൊക്കെ തെരുവ് മുറിച്ച് വാറ്റി ഞങ്ങൾ വനത്തിൽ പോയല്ലേ വിറകെടുക്കണേ. വയമ്പൽച്ചാലില് ആ മുട്ടുകാട് വനത്തിൽ പോയി തന്നെത്താനെ പോയി ഞാൻ വെട്ടിക്കൊണ്ടുവന്ന് വാറ്റിയിട്ടുണ്ട്. ഇപ്പം പറ്റിയത് പുല്ലുവാറ്റാനൊക്കെ അറിയാമായിരുന്നു. പുല്ലുവാറ്റുമായിരുന്നു. അതിനൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പുല്ലുവാറ്റുണ്ടായിരുന്നു. ഞാനും വാറ്റുമായിരുന്നു. പക്ഷേ ഇത്രയും ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുക. 86-ാമത്തെ വയസ്സിൽ ഇത്രയും ധൈര്യം. 86 അല്ല, 87 കഴിഞ്ഞു. 87 വയസ്സിൽ ഇത്രയും ഒരു ധൈര്യം. അതായത് ഒരു മുഖ്യമന്ത്രിയോട് പോലും ചോദ്യം ചോദിക്കാനുള്ള. അല്ല, മുഖ്യമന്ത്രി അതിന്റെ മറുപടി ഇതുവരെ തന്നില്ലല്ലോ. മുഖ്യമന്ത്രി ആയിക്കോട്ടെ, നമ്മളും ഒരു മുഖ്യമന്ത്രിയാ ഈ രാജ്യത്തെ ജനങ്ങളുടെ. അപ്പൊ ഈ കഴിവില്ലാത്തവർക്ക് ചോദിച്ചു മേടിക്ക കൊടുക്കേണ്ട കർമ്മ നമ്മളെ. അമ്മച്ചിക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് അമ്മച്ചി ആളുകൾ ഉപദ്രവിക്കുന്നു. അപ്പൊ കഴിവില്ലാത്ത ഒരു പ്രായമായ ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കണ്ടമാനം ഉപദ്രവിക്കേണ്ട. ആശുപത്രി പഞ്ചായത്തിൽ ചെന്നാലോ അങ്ങോട്ടിയല്ലേ ഇങ്ങോട്ടിയല്ലേ അപ്പുറത്തേക്കല്ലേ ഇട്ട് കറക്കി അടിക്കല്ല. അത് ഞാൻ പരസ്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ കയറി പറഞ്ഞിട്ടുണ്ട്. ആ വാർത്തയെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പേപ്പർ മേടിക്കണമെങ്കിൽ ഒരു 100 പ്രാവശ്യം നടത്തിക്കും. ചുമ്മാ നടക്കും. കൈക്കൂലി. ആ പഞ്ചായത്ത് അതെന്നാന്ന് ചോദിച്ചാൽ അവര് പന്ത് കെട്ടുക. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ പന്ത് കെട്ടൂല്ല, ഒന്നുമില്ല. പോക്കും കയറ്റും. ഞാൻ പറയുന്ന അവർക്കറിയാം. ഇവിടെയുള്ളവർക്കെല്ലാം പേടിയാ. അവർക്ക് നല്ലോണം അറിയാം. വില്ലേജിൽ ചെന്നു. ഇവര് എനിക്ക്
1.5 ഏക്കർ സ്ഥലം എഴുതി കൊടുത്തു CPM 1.5 ഏക്കർ സ്ഥലം 2 വീട്. ഇത് അനിയത്തിയുടെ പേരിൽ കിടക്കണം. 2 ഏക്കർ സ്ഥലം 2 വീട് വാടകയ്ക്ക്. എൻ്റെ അടിമ ഇപ്പം പോയ പെണ്ണ് പോറിൽ, എൻ്റെ മകള് പോറിൽ. അതുപോലെ ഭയങ്കര വരുമാനം, 1.5 കോടി നീക്കിയിരിപ്പ്. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ പത്രത്തിൽ വന്നല്ലോ. പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, എനിക്ക് ധൈര്യം ഉണ്ടല്ലോ. ഞാൻ വില്ലേജിൽ പോയി അപേക്ഷ എഴുതിക്കോളൂ സാറേ, എനിക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ. ഇല്ലെന്ന് വന്നു നേട്ടായില്ലേ. ഞാൻ കൊണ്ട് കോടതിയിൽ ഹാജരാക്കി. എന്നെ വിളിച്ചു, ചോദിച്ചു, മത്സരം ചോദിച്ചു, എനിക്ക് വേണം 1.5 ഏക്കർ. 1/2 ഏക്കർ അവരെടുത്തട്ടെ, 1 ഏക്കർ. 2 വീടുണ്ടെന്ന്, ഒരു വീട് എനിക്ക് തരാൻ പറ്റേ. പിന്നെ 1.5 കോടി എനിക്ക് 1/2 കോടി അവരെടുത്തട്ടെ, ബാക്കി എനിക്ക് വേണം. ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുക. ഞാൻ വിട്ടു കൊടുക്കുകയല്ല, എനിക്ക് വേണം. ഞാൻ ചോദിച്ചതല്ല അവരോട്, ചോദിച്ചായിരുന്നു അവർ തന്നെയല്ലേ. ആ അപ്പം പിന്നെ അവർ ക്ഷമ പറഞ്ഞു. എനിക്ക് സായിപ്പ് പറയണം ക്ഷമയൊന്നും വേണ്ട, ഈ പണവും കൂടെ വേണം. കൂടെ നന്ദി കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതിൻ്റെ കൂടെ ഇച്ചിരി പൈസ വേണം. അത് ഞാൻ പറഞ്ഞു, ഇച്ചിരി പൈസ കൂടെ വേണം, അതാ ജീവിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ നടത്തണം, കളി കളിക്കാതെ. ഇനി അടുത്ത പ്രാവശ്യത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടും? അവർക്ക് ഇവിടെ നിന്നൊന്നും അങ്ങനെ കിട്ടാൻ പോകുന്നില്ല. അവരുടെ ഇടയ്ക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിലും ഉണ്ടല്ലോ. ഒരു വീട്ടിൽ 10 മക്കളുണ്ടോ 4 ചീത്ത കാണും. ഒരു അല്ലേ, ആ ഒരു വീട്ടിൽ തന്നെയുണ്ട്. കോൺഗ്രസിന്റെ ഓടി 4 പേര് ഓടിക്കുമ്പോൾ 2 പേര് കമ്മ്യൂണിസ്റ്റിന്റെ ഓടി പിടിക്കാൻ പോകും. അപ്പം അങ്ങനെയാകുമ്പോൾ അധികാരത്തിൽ വരത്തില്ല. 10 പേരുണ്ട്, 2 പേരോ 1 അവർക്ക് കിട്ടും, ബാക്കി എല്ലാം കോൺഗ്രസിന് കിട്ടും. പിന്നെ BJP 2 സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഇവർ കുളം കലക്കി പരുന്തിന് കൊടുക്കുക. ആരും മറ്റവർ അവരോടുള്ള ദേഷ്യത്തിനും BJP കൊടുക്കുന്നുണ്ട്. BJPയുടെ വരിയലാണ് കുളം കലക്കി കൊടുക്കുക. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? ഇപ്പൊ ഇത് 7-ാം മാസം. അല്ല, ഇത് ഈ മാസം എത്രയാ ഡേറ്റ്? ഇന്ന് 1-ാം തീയതി. എന്നാൽ ഇത് 7-ാം മാസം. ഒരു മാസം ഒരു കഴിഞ്ഞ ആഴ്ച കൊടുക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തുടങ്ങി കൊടുക്കണ്ടേ, എനിക്ക് വീട്ടിൽ കൊണ്ടു തരുക. അപ്പൊ ഇപ്പൊ തന്നാ പിന്നെ 6 മാസം. ഈ 6 മാസം കൊണ്ട് പെൻഷൻ കൊടുത്താൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? അവർ എന്നിട്ട് കൊള്ളിക്കുന്ന തന്നെ ബാലവാലൻ 5 മാസം. ഇനിയിപ്പോൾ ഇത് തന്നിട്ട് പറയാൻ. അപ്പം ഈ ഒരു മാസം തള്ളിയാ പറയാനേ, അതൊന്നും നടക്കുകയല്ല, അതൊന്നും നടക്കണ കാര്യമല്ല. സമയത്ത് വരുവാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇപ്പം തന്നെ 2 മാസം വിത്താൻ കൊടുക്കണം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്തിന് പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നല്ലേ? കിട്ടുന്നത് തന്നെയാണോ? സാധനത്തിന് വിലക്കുറവല്ലേ. എനിക്ക് 30 കിലോ അരി, 30 കിലോ അരിയുണ്ട്. അല്ല, അന്ന് 600 രൂപയുള്ളൂ. ഈ 600 രൂപയിൽ 100 രൂപ കൊണ്ട് പോയാൽ 14 സാധനം കൊണ്ടുവരാം. അല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണവും പിണറായി സഖാവിന്റെ സർക്കാരിന്റെ ഭരണവും തമ്മിൽ എന്താ ഒരു വ്യത്യാസം അമ്മച്ചി കണ്ടത്? ആടും ആനയും എങ്ങനെ നിന്നാൽ ഇങ്ങനെയുണ്ട്, ആനയും ആടും നിന്നാൽ ഇങ്ങനെയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആന പോലെ നടക്കാറുണ്ട്. നമുക്കൊരു പട്ടിണിയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, മരുന്നിനുമില്ല. ഇപ്പൊ ഇത് മാവേലി സ്റ്റോർ അടഞ്ഞു കിടക്കുക, ആശുപത്രി അടഞ്ഞു കിടക്കുക. എന്നാ ഉള്ളത്? അതായത് ഒന്നുമില്ല, മരുന്നുമില്ല. ഇയാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ എന്നാ ഉള്ളത്? അയാൾക്ക് നിവർന്ന് നിന്ന് പറയാൻ പറ്റുമോ? അയാൾ ഇപ്പൊ ഒന്നിന്റെ മുതുകല്ലേ ഏടം മുതുക് നടന്ന് കുഞ്ഞു നടന്ന് കള്ളം കട്ട് നിന്ന്. പിന്നെ ഇയാൾ ചെറുനേതാവായിട്ട് നടന്ന കാലം എനിക്കറിയാം. ഈ അടിമാലിക്കട വന്നിട്ട് ഒന്നുമില്ലായിരുന്നു. ഇവർ തൊഴിലാളി ഇപ്പം വാർത്ത പറഞ്ഞു കേട്ടു കേന്ദ്രത്തിൽ നിന്ന്, തൊഴിലാളികളെല്ലാം നിങ്ങൾ നടന്ന് കസ്റ്റഡി എടുക്കണം. ഇപ്പം തൊഴിലാളി അവരും തൊഴിലാളിയല്ല ഞാൻ. അപ്പം അവർക്ക് കൊട്ടാരല്ലേ. പിന്നെ ഇനി ഇതേത്താ തൊഴിലാളി, ഇത് പിണറായി ഒക്കെ തൊഴിലാളിയാ. കൊടിയുമ്പോഴത്തെ ഒന്നുമില്ലായിരുന്നു. ഇപ്പം ആ മന്ത്രിസഭ കസേര അല്ലാത്ത ഏത് മന്ത്രി അവിടെ ഇരിക്കണേ? ആ കൃഷ്ണൻകുട്ടി, തോമസ്, ഇവരെല്ലാം കസേരകളിൽ നടന്നതാണ്. ആ ഒരുത്തൻ്റെ മേലേക്ക് വീണായിരുന്നു. അന്ന് തുടങ്ങി അവൻ്റെ ശരീരം വീർക്കുക കൃഷ്ണൻകുട്ടിയുടെ. ഇങ്ങനെ തള്ളാത്ത ഒരെണ്ണം ഇതുണ്ടോ? ഒരു നല്ല ഒരെണ്ണം ഉണ്ടോ? മനസാക്ഷി മനുഷ്യ സ്വഭാവമുള്ള ഇതിൽ നടക്കണ നായുടെ സ്വഭാവം, ഈ പേ പിടിച്ച നായുടെ സ്വഭാവമുള്ള ഇപ്പം മന്ത്രിസഭയിലുള്ളത്. ഒറ്റെണ്ണ അതിലില്ല, ഒറ്റെണ്ണ അതിൽ. ബാലഗോപാലൻ എന്ന് പറഞ്ഞാൽ മൊത്തം നുണയല്ല, വാ തുടക്കണം മുഴുവൻ നുണയെ പറയാം. ഇപ്പം 6 മാസം കഴിഞ്ഞൊന്നും 1-ാം തീയതി അല്ല, അന്ന് 7-ാം മാസം. ഈ ഇന്നാൾ പറഞ്ഞിട്ട് 5 മാസമാണ്. ഇത് എങ്ങനെ പറയാൻ പറ്റും? ഇവനൊക്കെ പള്ളിക്കുടുത്തി പോകാതെ ഈ അല്ലെങ്കിൽ ഈ മന്ത്രിസഭ കയറിയ പള്ളിക്കുടുത്തി പോയ ചോണാണ്. ഇവരിപ്പോൾ വോട്ട് കിട്ടി ജയിച്ചല്ലേ, അല്ല സാറായി കയറിയതൊന്നും അല്ല. ഇപ്പം ഗവർണറെ തന്നെ ആ കൊടി കാട്ടി, കരിങ്കൊടി കാട്ടി. ഈ കരിങ്കൊടി കാട്ടി എന്ന് പറയുമ്പോൾ ഈ തെണ്ടി നടക്കുന്ന ഈ കാലാവർക്കികളാണ് ആ കൊടി കാട്ടിയത്. സത്യത്തെ ഈ റവണർ എന്ന് പറഞ്ഞാണ്ടല്ലോ, മരിച്ചാലും അവൻ്റെ കാശ്, ജീവിച്ചാലും അവൻ്റെ കാശ്. അവനാരാ? ഇവനാരാ? ഇന്ന് റവണർക്കുള്ള സ്ഥാനമൊന്നും ഇവന് പിണറായിക്ക് കിട്ടൂല കേട്ടോ. എവിടെ മന്ത്രി കസേര ഇരുന്നാലും റവണറുടെ പവർ ആ കിട്ടൂല. എങ്ങനെയാ കിട്ടണേ? നെഹ്റു അല്ലെങ്കിൽ ഇപ്പം ഭരിക്കണം പ്രധാനമന്ത്രി. ആ സ്ഥാനം പിണറായി വേണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നടക്കുമോ? ആ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എനിക്ക് തരാവുന്നില്ല, കുർബാനയും ചെല്ലിക്കണം അച്ഛന്മാരെ കൊണ്ട്. അല്ല പിണറായിക്ക് കിട്ടാൻ പോണില്ല. കിട്ടുമോ?
ജീവിതത്തിൽ കിട്ടൂല. അതിനവൻ മഞ്ഞൾ അരയ്ക്കും വേണ്ട, ഇറങ്ങിപ്പോകാൻ വഴി നല്ല സമയമുള്ളപ്പോൾ പോയാൽ നന്നായിരിക്കും മാത്രമേ ഞാൻ പറഞ്ഞു. ഇപ്പൊ രാജിവെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നാ അമ്മച്ചി നാണം കണ്ടണ്ട. ഇപ്പം അവൻ പോയാൽ അവന് നാണം കണ്ടണ്ട. അല്ലെങ്കിലും നാണം കെട്ടവനാണ്. അല്ലെങ്കിൽ അവൻ എപ്പോൾ പോയാലും വാർപ്പിൻ്റെ കാര്യം തെളിയാതൊന്നും ഇരിക്കുകയില്ല. ഇവനെ ഇറങ്ങിയാലും ഇവനെ കൊണ്ട് തെളിയിക്കാൻ ജനം സമ്മതിക്കില്ല. അവിടെ പല പാർട്ടിക്കാരും നോക്കിയായിരിക്കാം. തടിയൊപ്പൊന്നും ഓർക്കണ്ട. അവൻ തോറ്റാലും അവൻ്റെ കഷ്ടകാലം, ജയിച്ചാലും അവൻ്റെ കഷ്ടകാലം. ഇനി അവനത് സീറ്റ് ഇവിടെ ഉണ്ടാകില്ല. മര്യാദയ്ക്ക് ഭരിക്കണം. നമുക്ക് പണം ഉണ്ടായി എന്തുണ്ടായാലും മനുഷ്യരോട് സ്നേഹം കൂടുക വേണ്ടത്. ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് ഒരു സ്നേഹം. ആ വണ്ടിയും കൊണ്ട് പോയി കടുവ വരുമ്പോഴല്ലേ റോഡ് അയാൾ വന്ന സമയത്ത് ആൾക്കാർ ഓടി വിളിക്കുകയാണ്. കാരണം എന്നാ, ഒരു കൊച്ചിന് പനിയായിട്ട് അതിൻ്റെ തന്ത മെഡിക്കൽ സ്റ്റോറിൽ പോയി. ആ വണ്ടി കയറ്റിയിട്ടിട്ട് ആ മെഡിക്കൽ സ്റ്റോറിൻ്റെകാരൻ്റെ പേര് കേസെടുത്തു. ഈ കൊച്ചിൻ്റെ എന്താ പേര് കേസെടുത്തു. ആ കൊച്ചിന് മരുന്ന് കിട്ടിയില്ല. ഞാൻ ചോദിക്കണം, പിണറായിയുടെ വണ്ടിയാണോ ഒരു ജീവനാണോ വല്ല ഏതാ വലുത് അതെന്ന് പറഞ്ഞു. ജീവനല്ലേ വലുത്? അപ്പം ആ കുഞ്ഞിൻ്റെ ജീവൻ കൊടുക്കാൻ പിണറായി തയ്യാറായോ? അവൻ കടുവയല്ലേ, സിംഹല്ലേ, അവൻ എന്തെന്ന് കണക്കാക്കണം. എന്നെ ഇയാൾ അറസ്റ്റ് ചെയ്താലും ഞാൻ പറഞ്ഞിരിക്കും, ആ കൊച്ചിനാണ് ജീവൻ, പിണറായിൻ്റെ വണ്ടിക്കാണ് ജീവൻ, ഏതാ കൊടുക്കണ്ടേ? ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. എന്നിട്ട് ആ മരുന്ന് കൊടുത്ത അയാളുടെ പേരില്ലെങ്കിൽ പോലീസ് കേസെടുത്തില്ലേ? അതൊക്കെ ചെയ്യുമ്പോൾ ഇയാൾ എങ്ങനെ മാനിക്കുമെന്നാ പറയുന്നത്. ഇത് കാണുന്നവരും മാനിക്കല്ല കേട്ടോ. ഇതൊന്നും അറിയാൻ പാടില്ലാത്തവരും ഇഷ്ടമല്ല. വലിയ കടത്തിൽ മുങ്ങി ആ മുങ്ങി നിൽക്കേണ്ട അവരെ ഒരു മുങ്ങലും ഇല്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വസ്തുക്കൾ ഒന്നുമില്ലാത്തവർ ജയിച്ചു കയറിയതാണ്. അവർക്കൊരു വീടും കുഞ്ഞുമാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ളത് അവർ കണ്ടുകെട്ടണം. കണ്ടുകെട്ടിയാൽ കേരളത്തെ രക്ഷിക്കണം. തമിഴ്നാട്ടിലുണ്ടല്ലോ മുല്ലപ്പെരിയാർ, അവർക്ക് തോന്നിവാസം കളിക്കാൻ കൊടുത്തേക്കണേ. അവിടെ കിട്ടിയിട്ടുണ്ട് 10-100 ഏക്കർ വെച്ച് കോടികൾ പണമുണ്ട്. ഈ പിണറായി ഇവരും ഇത് മേടിച്ചേക്കണം. എന്തു എത്ര കോടി ജനങ്ങളുടെ ജീവൻ പോകും. എറണാകുളം വരെ ഇല്ലേ? അല്ല, ഒന്ന് കൂട്ടിക്കേ. അപ്പം ഈ ജീവനാണോ വലുത്? ഇവർക്ക് തമിഴ്നാട്ടിൽ ഏക്കറുകളാണോ വേണ്ട? ഏതാ വേണ്ട ഇവർക്ക്? അത് പറയാദ്യം. അപ്പം ഇവനെയൊക്കെ വെറുതെ വിടാൻ പറ്റുമോ? ഈ പിണറായി ഒരു വണ്ടിക്കൊന്നും പോകില്ല കേട്ടോ. ആ ചത്തുവല്ല അവന് നാശകാല. എല്ലാ പാർട്ടിയും നോക്കിയായിരിക്കണം, അതിനൊരു സംശയമില്ല. BJP അതെ, കോൺഗ്രസ് അതെ, ഈ കുഞ്ഞാലിക്കുട്ടി തന്നെ. ഇവരിപ്പോൾ പറഞ്ഞല്ല, നിങ്ങൾ മുസ്ലിം ലീഗ് തന്നെ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ കൂടെ വരാം, ഞങ്ങളങ്ങനെ ആരും തഴഞ്ഞ് കളയല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഗേറ്റ് തുറന്നിട്ടേക്കോന്ന്. ഈ കുഞ്ഞാലിക്കുട്ടീനെ എത്ര കൊല്ലം പീഡിപ്പിച്ചു വന്ന ഒരു പെണ്ണുകാസ് നിരപരാധീനെ എത്ര കൊല്ലം. ഇവർക്ക് നാണമുണ്ട് കുഞ്ഞാലിക്കുട്ടീനെ വിളിക്കുമോ? ഇത്രയും വൃത്തികേട് കാണിച്ച കുഞ്ഞാലിക്കുട്ടീൻ്റെ അടുത്ത് കാട്ടിയ കുഞ്ഞാലിക്കുട്ടീനെ വിളിക്കണം. ഗോവിന്ദനാ പറഞ്ഞ എപ്പോൾ വേണേലും വരാൻ. ഒരുപാട് ഉപദ്രവിച്ചായിരുന്നല്ലോ. പോവാ, അതിൻ്റെ മകന് നാണമുണ്ടോ? അതിൻ്റെ മകനിപ്പോൾ അവരുടെ കൂടെ മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി പോയേക്കണേ. അത് ആ ഗണേശ അതിൻ്റെ അപ്പനെ 5 കൊല്ലം ഇട്ടാലേ, ഈ ഇടമതിയാറ് കട്ടുതീറ്റിക്ക് ഇട്ടാലേ. എന്തായാലും മാണിയുടെ ഗ്രൂപ്പ് ഇവരുടെ കൂടെ പോയത് ശരിയായില്ല. അവൻ ഏതാണ്ട് തഴഞ്ഞു കളഞ്ഞോട്ടാ, രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ്. അവൻ പോക്കാ, അവന് മന്ത്രിസ്ഥാനം കിട്ടാൻ പോയതാ. എൻ്റെ പൊന്നെ, അയാളെ കാണിച്ച കോലുകളി എന്തൊക്കെയായിരുന്നു. ഇവിടെ 3-6 തുടങ്ങിയുള്ള വേസ്റ്റുകൾ വരിക്കൊണ്ടുപോയി. ബൾബ് ലോറിക്ക് അടിക്കുമായിരുന്നു ആളെ. തിരുവനന്തപുരം അസംബ്ലി ഭാഗം കല്ലും മണ്ണും ബൾബും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത്രയും അവൻ്റെ തന്തേനെ ചെയ്തിട്ട് അവൻ കൂടെ പോയെന്ന് പറഞ്ഞാൽ 2 കെട്ടവനല്ലേ. അതുപോലെ തന്നെയാ ഗണേശും. ആ 2 പേരും തുല്യ. ഗണേശും അങ്ങനെ തന്നെയാ. ഗണേശൻ്റെ അപ്പനെ 5 കൊല്ലം ജയിലിലിട്ടല്ലേ. ആണ് മന്ത്രിയായേക്കുമല്ലേ ഗണേശൻ. ഇവനൊക്കെ ആരും ഈ പഠനം പോയി ഇവനൊക്കെ ആര് കൊതുന്നാ പറഞ്ഞു. 2 കെട്ടെ ലോകത്തിൽ കാണപ്പെട്ട അപ്പനും അമ്മയെന്നാ ബൈബിളിൽ. അതിനെ സ്നേഹിച്ചില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ സ്നേഹിക്കില്ല എന്ന് ബൈബിളിലുള്ളതാണ്. അപ്പനെ ഉപദ്രവിച്ചവൻ്റെ അവരുടെ കൂടെ പോയി. അപ്പം പിന്നെ അവൻ മനുഷ്യനാണോ? അപ്പനില്ലാത്ത മക്കളല്ലേ അവർ. അപ്പം ഞാൻ പറയണത് അവനെയൊക്കെ ഇതൊക്കെ ഞാൻ പറയണേ കാര്യങ്ങൾ. അതൊക്കെ എങ്ങനെയാ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനിതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന ആളല്ലേ. ഞാനൊരു വാർത്തയും വിടുന്ന ആളല്ല. എനിക്കിത് കാണണം. ഞാൻ കുറ്റോത്തരം കൂടെ കഴിഞ്ഞ് ഞാൻ കിടക്കും. 1 മണി ആദ്യം കിടക്കുകയാണ്. അത് മുഴുവൻ കിട്ടാച്ചാ കിടക്കും. അങ്ങനെ ഈ പ്രായത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. എന്നാലും ഞാൻ ഇല്ലാത്ത പറയണ്ടോ. ഞങ്ങളുടെ ഈ അടിമാലി നാട്ടിൽ നിന്ന് ഇത്രയും പ്രശസ്തിയായ ഒരു മഹിളാരത്നം വേറെ ആരുമില്ല. അല്ല, ഞാൻ പറഞ്ഞ ഇല്ലാത്ത ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്ത പറഞ്ഞാൽ പണ്ടാർഷ്യ തന്നെ. അല്ല, ഈ അമ്മച്ചിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസ് തന്നെ ഒത്തിരി സഹായിച്ചു. കോൺഗ്രസ്സുകാർ സഹായിച്ചു ഇഷ്ടം പോലെ.
എറണാകുളത്തുകാർ. BJP-കാരുടെ കൂടെ മീറ്റിങ്ങിനൊക്കെ പോയത് ഒരു പാർട്ടി ആയിട്ടല്ല, ഒരു സ്നേഹബന്ധം. ആ സ്നേഹബന്ധം. ഞാൻ അവരോടും നമ്മുടെ ഒരു വിഷമഘട്ടങ്ങളിൽ അവർ വന്നു അന്വേഷിച്ചു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവരെ ഞാൻ ഇതുവരെ സൂക്ഷിച്ച് പറയില്ല, അതിന് പറയുമില്ല. കാരണം അവർ ഈ കേരളത്തിൽ വൃത്തിയായിട്ടൊന്നും കാട്ടിയിട്ടില്ല. അവരുടെ പെരക്കകത്ത് കയറി ആ ശ്രീനിവാസിനെ അവരുടെ ഭാര്യ ശ്രീനിവാസ് എന്ന് പറഞ്ഞ ഒരു 40 വയസ്സുള്ളവനാണ്, പാലക്കാട് നടന്നു പോവുക. നടന്നു പോയപ്പോൾ ഇവർ ആ ഭാര്യയുടെ മുമ്പിലിട്ട് വടിവാളും കൊണ്ട് വെട്ടി കീറി. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ ചായ കുടിക്കാൻ കയറി കോൺഗ്രസ്സുകാരനാണ്. ഇവർ വന്നിരിക്കുക, CPM-കാർ വന്നിരിക്കുക, വലിച്ചിറക്കാൻ മുറ്റത്തിട്ട് വെട്ടിക്കീറി CPM-മാർ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എങ്ങനെ എന്ത് ധൈര്യന്മാർക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര കടകൾ അടിമലി തകർത്തു, ഈഷ്ടം തകർത്തില്ലേ. അവിടെ നിന്ന് എല്ലാ ആൾക്കാരും വന്നുകൊണ്ട് അനുകൂട്ടി തുടങ്ങിയ ആൾക്ക് വെള്ളത്തൂര് തുടങ്ങി, പള്ളിവാസൽ തുടങ്ങി, വളർ തുടങ്ങി. ഇങ്ങനെയുള്ള ആൾക്കാർ പെണ്ണുങ്ങളും ആണുങ്ങളും ജോലി ചെയ്ത് സുഖമായിട്ട് ചോദിച്ചുകൊണ്ട് ആ കമ്പനി അവർ കൂടി പിടിച്ച് തകർത്തില്ലേ. അതുപോലെ കുഞ്ഞോസേപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, 3/4 ഏക്കർ, ഒരു 30 ഏക്കർ സ്ഥലമുണ്ട്, നിറച്ച് കൊടിയ കുറേ പാവങ്ങൾ ചോദിച്ചുണ്ട്. അവിടെ വന്ന് കൊടി ഇതുപോലെ കൊടി കൊച്ചി വക്കറ്റ് കൊടുത്തു. അവർ വേണ്ടാത്ത കാശ വയ്ക്കണം, ഇരട്ടി കാശ്. ആ പണിക്കാരിൽ 2 പേര് CPM-കാരുണ്ടായിരുന്നു. ആ കൊല്ലത്തമ്മളും മുഴുവൻ കളഞ്ഞു. അപ്പം എത്ര പണിക്കാർ അവിടെ സ്ഥലം വെച്ചു. എന്തോരം പാവപ്പെട്ടവരെ കഞ്ഞൂടി മുട്ടി. ഇവർ കഞ്ഞൂടി മുട്ടിക്കണമല്ല, അത് ഇവർക്ക് കൊടുക്കാനില്ല, ഇവർ കഞ്ഞൂടി മുട്ടിക്കണ്ട. ഇതൊക്കെ നമുക്ക് ഇതൊരു പാവങ്ങളെ നശിപ്പിക്കണം. ഈ അടിമല ഇത് ഉയർന്നു വന്നല്ലേ ഇല്ലാതെയാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റുകാരല്ലേ, അല്ല BJP ഒന്നുമല്ല, കോൺഗ്രസ്സുകാരല്ല, BJP അല്ല. പിന്നെ ഇഷ്ടം സഹായിക്കാൻ പോയി BJP-ക്കാർ. ഇവരങ്ങ് താഴത്തി കയറിയപ്പോൾ ഇവരങ്ങ് കയറി. ഇവരും കൂടെ അങ്ങ് എന്നെപ്പോഴും അവർ പിന്മാറിയത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണ. BJP ഇഷ്ടം സഹായിച്ചു. അത് അവർ സഹായിക്കേണ്ടവർക്ക് അവർ സഹായിക്കും. ഇവരെ കയറ്റ് വരാൻ സമ്മതിച്ചില്ല. പിന്നെ അവർ അങ്ങോട്ട് തിരിഞ്ഞ കമ്പനിയിലേക്ക്. അവിടെ പിന്നെ 1 കൊല്ലം 1.5 കൊല്ലം അവർ പന്തലിട്ടിരുന്നു. ആ ഇല്ലായ്മ ആക്കിയിട്ടാണ് പുറകോട്ട് പോയത്. ഇവരെങ്ങനെ വോട്ട് ചോദിച്ച് വരും? ഇതൊക്കെ ഞാൻ വിളിച്ചു പറയുമ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല. അതിനാ കഞ്ഞു പോയത് നമ്മുടെ കഞ്ഞൂടി നമ്മുടെ ഒരു വീട് തോർത്ത് അത് നമുക്ക് എന്തായാലും മറക്കാൻ പറ്റും, നമുക്ക് കിടക്കാൻ ഇടയില്ല. നമ്മുടെ കഞ്ഞൂടി മുട്ടുമ്പോൾ നമ്മൾ അത് ഓർത്തുകൊണ്ടിരിക്കും, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരിവിടെ വേണ്ട. ഈ അമ്മച്ചി പറയുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദമാണ് ഈ പറയുന്നത്. മറ്റു പലർക്കും ഇത് പ്രതികരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഇതില്ല എന്ന് നമ്മുടെ അടിമാലിക്കാർ പറയട്ടെ. ഞാൻ ഈ പറയണമെന്നാണെങ്കിൽ ഈ ഇഷ്ടൻ്റെ അവിടെ എന്തോരം എണ്ണ വന്നുകൊണ്ട് ചെല്ലാൻ പറയാൻ പറ്റേ എന്തോരം ഒരു നിവൃത്തി ഇല്ലാത്ത സ്ഥലമായി ഈ വെള്ളത്തൂർ ചെല്ലാൻ പറ. അവിടെ നിന്നൊക്കെ ഒരു വീട്ടിൽ നിന്ന് 4-5 പെൺപിള്ളേരെ അവന് കെട്ടിക്കാനും നിവൃത്തിയില്ല, ഒരു നിവൃത്തിയില്ല. ഈഷ്ടൻ്റെ വീട്ടിലേക്ക് എന്തോരം പാവങ്ങളെ തന്നെ ആ കൊടുക്കണേ 10, 30,000, 50,000, 50,000 ഒക്കെ കൊടുക്കണേ. അവരെ ആയിരിക്കാം കൊടുക്കണേ, എങ്ങനെയായിക്കോട്ടെ പാവക്ക് കല്യാണം കഴിക്കാൻ. അതിൻ്റെ ബാക്കി കാരണന്മാരുണ്ടാക്കിയാൽ മതി. അവർ പറ്റുന്ന അവർ സഹായിച്ചിട്ട് അവർക്കിട്ടാണ് ഈ വേല വയ്ക്കുന്നത്. പൊതുവേ ഇവിടെ ഒരു കമ്പനി തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാനോ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പിന്നല്ലേ ഭയങ്കര കമ്പനിയായിരുന്നു, തകർത്തില്ല അവര് കമ്മ്യൂണിസ്റ്റുകാരെ തകർത്തു. ഞാൻ ചോദിക്കണേ, ഇതിലൊക്കെ നല്ല നേതാക്കന്മാരുണ്ടെങ്കിൽ ഈ ചോട്ടകൾ പോവോ? അപ്പൊ ഇവർക്ക് പോലീസിന് വിട്ടുകൊടുക്കുമല്ലേ. പിണറായി ഇപ്പോൾ ജാഥയിലും കൊടി പിടിച്ച് ഇറങ്ങണേ പോലീസിന് ഒരു 100-200 പോലീസിന് അപ്പുറം ഇപ്പുറം നടത്താൻ ഉണ്ടായി ഇറങ്ങൂല. കോൺഗ്രസ് പിള്ളേർ തല്ലുകൊണ്ട് ചോരയിൽ മുങ്ങിയേക്കണ പെൺപിള്ളേരൊക്കെ. അതുകൂടെ അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെ ആലപ്പുഴ മഞ്ഞക്കല്ല് കുറ്റിയിട്ടു അടുക്കളയുടെ വരയ്ക്കാത്തോടെ അടുക്കളയൊക്കെ കുഞ്ഞു പിള്ളേർ കരയില്ലേ, അവർ കഞ്ഞി വെച്ച് കുടിക്കുന്ന അടുക്കളയിൽ അടുപ്പിലും മറ്റൊക്കെ എത്തിച്ചാൽ കുത്തി കഴിഞ്ഞാൽ അവരെങ്ങനെ കഞ്ഞി വയ്ക്കും, എവിടെ കിടക്കും? അതിനൊരു പെങ്കൊച്ചായി കവന്ന് കിടച്ച് ആ പെങ്കൊച്ച് കൊടുത്തരുന്ന തുണി മുഴുവൻ വലിച്ചു കയറി ആ പെങ്കൊച്ചയുടെ കാലെ പിടിച്ച് വലിച്ചോണ്ട് വന്നു. പിന്നെ ഒരു 10-500 പോലീസ് ഉണ്ടല്ലോ. അങ്ങനെ നിന്നപ്പോൾ ഒരു 8-10 പോലീസിൻ്റെ പുറകിൽ ഒരാൾ വീണു. പുറകിൽ അതിൻ്റെ പുറകിൽ കുറേ പോലീസുകാരുണ്ട്. ഇതിൻ്റെ ഇടക്കോടെ എന്ന ഒരു പോലീസുകാരൻ അയാളുടെ ചങ്കത്തി ചവിട്ടി കിടക്കണം. ഈ 8-10 പോലീസിൻ്റെ ഇടക്കോടെ കാലെത്തിച്ച് ചവിട്ടി വയ്ക്കണം. അവൻ ആരാന്ന് ചിന്തിക്കണം. SIP-കാരനല്ലേ പോലീസ്? ഇവരെ പോലീസിന്റെ വേഷം കണ്ണൂരിൽ നിന്ന് കുറെ എണ്ണത്തിന് ഇറക്കിയിട്ടുണ്ട്. ആ ചങ്കത്ത് അവൻ്റെ കാലിരുന്നു. ആയിട്ട് ഒരു വോട്ട് പിടിക്കാൻ പിണറായി ഒരു ആഴ്ച പോയി പ്രസവിച്ച് കിടക്കാൻ പോയി വോട്ട് പിടിച്ചു. എല്ലാം കിട്ടിയോ? ഞാൻ അന്നേരം പറഞ്ഞു വീതി വിസ്താരം കുറവ്, അങ്ങനെയാണ്, വികസനം ഇല്ല, പള്ളിക്കൂടി ഇല്ല, എന്തെല്ലാം വാചകം അടിച്ചു. ലാസ്റ്റ് ചൂടും കൊണ്ട് ഗതികൊണ്ട് പോയി. അതുപോലെ പുതുപ്പള്ളി പോയി, ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അതുപോലെ തന്നെ വികസനമാണ് പറയുന്നത്. റോഡിന് വീതി ഇല്ലാതാണ്, പള്ളിക്കൂടയില്ല, പഞ്ചായത്ത് തീർന്നാണ്. എന്നാ പറഞ്ഞാൽ അന്നേരം ഞാൻ പറയും കുറ്റിച്ചൂലായിട്ട് പോയാൽ മതി 2-3 ദിവസം കഴിയുമ്പോൾ. കാരണം അതിൻ്റെ ഞറക്കെങ്കിലും എടുത്തോണ്ട് വരാമല്ലോ. ഈ ആൾക്കാർ കുത്തിയേച്ച് കളയണേ, അല്ല അവർക്ക് കിട്ടൂല. വല്ല മാറ്റം വന്നോ? ഒന്നും കിട്ടിയില്ല. എന്നിട്ട് അവൻ 6 മാസത്തേക്ക് ചർച്ചയ്ക്ക് വന്നിരുന്നില്ല തോമസ്.
അവൻ ചർച്ചയ്ക്ക് വന്നാൽ ഭയങ്കര കുറ്റം പറയുന്നവനാ. 6 മാസത്തേന് അവന് ഞാൻ ചർച്ച കണ്ടിട്ടില്ല. ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അതാണ് അവനാ മത്സരിക്കാൻ നിന്നത്. 2 പ്രാവശ്യം നിന്നു. 2 പ്രാവശ്യം അവൻ മുമ്പിൽ പോയി. നാണുണ്ട് ആ ചർച്ചയിൽ വന്നിരിക്കുവോ. അത് ചപ്പലാങ്കട്ട കൊട്ടുമ്പോഴാണ് അവൻ്റെ സ്വരം. ഈ ചപ്പലാങ്കട്ട ഈ മുറുവാലം പക്ഷി അടുപ്പുണ്ടല്ല, കുട്ടനാടൻ പക്ഷി, അതേപോലെയാണ് അവൻ്റെ. മറ്റുള്ളവരെ മണൽ വാരി പിരിക്കുക. അത് ഇവനൊന്നും പറയാനില്ല. അതിന് മണൽ വാരിക്കൊണ്ട് പിരിക്കും. മറ്റവർക്ക് ഈ കോൺഗ്രസ്സുകാർക്ക് ഈ യുക്തി പറയാൻ അറിയാൻ പാടില്ല. ഇവരെ പോലെ തോന്നിയാസം വൃത്തിയോട് പറയില്ല. അതാണ് ഇവർക്ക് നേട്ടം. ഇവർ വായി തോന്നിയതെല്ലാം പറയും. വായി തോന്നിയത് കോതാക്കി പാട്ടെന്നായി കമ്മ്യൂണിസ്റ്റുകാരുടെ. അവർ വായി തോന്നിയതാണ്. ഈ ഒരു വക്കീൽ വന്നിരുന്നു. 2 വക്കീലന്മാർ മത്സരിക്കാൻ ഇരിപ്പുണ്ട്. അതിലൊരു വക്കീൽ വന്നു വെച്ച് പറഞ്ഞു, ആ വണ്ടി കടഞ്ഞില്ലേ മേജർ, ആ വണ്ടി കടഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചനോട് മുൻവൈരാഗ്യം വെച്ചാണ് ഇവള് തടയാൻ അവക്കടെ കെട്ടിയാലും. അപ്പം ഇവക്കടെ വണ്ടിയായിട്ട് ഒത്തിരി ദൂരെയാണ് വണ്ടി പോണേ. ഇവള് കറങ്ങിയടിച്ച് വന്നേച്ച് ആ വണ്ടിയുടെ തടഞ്ഞേറ്റ് ആ യാത്രക്കാരെ ഇറക്കി വിട്ടേച്ച് ഇവള് ഏറുകാലും ചവിട്ട് നിന്ന് അവരെല്ലാം ഇറക്കിയിട്ട് പോലീസുകാരോട് പറഞ്ഞ് അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ കിടത്തി. ആ ഇറക്കം വെള്ളം തെറ്റി ചെയ്തിട്ടല്ല. പിന്നെ ചർച്ചയ്ക്ക് വന്ന വക്കീൽ പറയാണ് ആ തുണി പൊക്കി കാട്ടിയത്. അപ്പം ആ തുണി പൊക്കി കാട്ടിയത് ഞാൻ വാർത്തയെ കൊടുത്തിട്ടുണ്ട്. അവൻ പള്ളിക്കുടുത്തി പോയപ്പോഴാണോ കുളിക്കാൻ പോയപ്പോഴാണോ അത് വണ്ടിയിലും ഇപ്പോൾ സമയവും കൂടെ പറയാം, എന്നാന്നും കൂടെ പറയാം. അത് തുണി പൊക്കി കാട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴാന്ന് പറയണ്ടേ. ആ വണ്ടി കടഞ്ഞ അന്നാണോ, ആ പള്ളിക്കുടുത്തി പോയപ്പോഴാണോ, അത് കുളിക്കാൻ പോയപ്പോഴാണോ, അല്ല ഇവള് വിറകിന് പോയപ്പോഴാണോ, അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു തരണം. അല്ലാതെ ഞങ്ങൾക്ക് അത് ബോധ്യം വേണ്ടേ. ആദ്യം ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു. ഇനി വാർത്തയിൽ ഇറങ്ങുമ്പോൾ വോട്ടെടുക്കില്ലേ, കലക്കി കൊടുക്കില്ലേ, ഞാൻ ഇവരെ കൊണ്ട് എല്ലാം ഞാൻ വരെ മുടക്കി കളി നടക്കിയല്ല വേണ്ട ഇവര്. അപ്പൊ ഇനി അമ്മച്ചി ഈ പോരാട്ടം തുടരും, പറ്റുന്നോളം കാലം പിന്മാറുന്ന പ്രസ്ഥാനമില്ല. അതുകൊണ്ടായല്ല ഇവര് പോണം. അതാണ് എൻ്റെ ഉദ്ദേശം മുഴുവൻ. ഞങ്ങൾക്ക് പെൻഷൻ വേണം, ആശുപത്രി വേണം, മരുന്ന് വേണം, ഞങ്ങൾക്ക് പഞ്ചായത്ത് വേണം, വില്ലേജ് വേണം. ഇതൊക്കെ നേരത്തെ ഉള്ളതാ. അമ്മച്ചി പറയുന്നത് വാർദ്ധക്യത്തിലായിരിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വം വേണം, അവർക്ക് ഭക്ഷണം വേണം, അതായത് പെൻഷൻ വേണം, ആശുപത്രി ചെന്നാൽ മരുന്ന് വേണം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ സർക്കാരിൽ നിന്ന് അതൊന്നും ലഭിക്കുന്നില്ല, ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അതെ. ഇപ്പൊ ഈ ആശുപത്രി ഒന്ന് പോയി നോക്ക്, മുട്ടോളം കയറിയിട്ട് വേണം നമ്മൾ ചീട്ട് എഴുതാൻ പണി. എങ്ങനെ കയറും, ഒരു രോഗിനെ എങ്ങനെ എടുത്തോണ്ടിയല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഡോക്ടർ ഇല്ല, മരുന്നില്ല, പിന്നെ എന്തിനിങ്ങനെ ആട്ടും കൂടുവല്ല പൊക്കണം. അതല്ല ഞാൻ ചോദിക്കണത്. ഇതുകൊണ്ട് എന്ത് ഉപകാരം? ആർക്കൊരു നല്ല പനി വന്നാൽ താഴോട്ടോട്ടാണ് പോകങ്ങൾ അങ്ങോട്ടാണെങ്കിൽ. ഇല്ല അടിമാലില് അതിനുള്ള ഇല്ല, ഡോക്ടർമാരില്ല, നല്ല ഡോക്ടർമാരില്ല, മരുന്നുമില്ല. പിന്നെ മോണിച്ചാറിലാണെങ്കിൽ നല്ല ഡോക്ടർമാരില്ല. ആശുപത്രി വലുതാന്ന് മാത്രം ആ ജീവനൊന്നും കിട്ടിയത്. പിന്നെ കണ്ട തോട്ട ആശുപത്രിയെ ചെറുതീർന്നുണ്ട്, അവിടെ ഒന്നും ജീവനെ കിട്ടില്ല. എല്ലാം വേണമല്ലോ, അതൊന്നുമില്ല. അപ്പം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ അമ്മച്ചിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പലരും പറഞ്ഞത് അമ്മച്ചി ഭയങ്കര ദേഷ്യക്കാരിയാണ്, നമ്മൾ ചോദിക്കുന്ന ചോദ്യമൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മൈക്കൊക്കെ എടുത്ത് എറിയുമെന്നൊക്കെയാണ് ആളുകൾ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങളുടെ നാട്ടുകാരിയാണ്. ഞാൻ എന്തായാലും അമ്മച്ചീനെ ഒന്ന് പോയി കണ്ട് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇത്രയും നേരം ഏതാണ്ട് 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ഈ അമ്മച്ചി സംസാരിച്ചിട്ട് എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത്, എത്ര നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും ഈ ലോകപരമായുള്ള ഒരു അറിവുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ കടന്നുപോയി ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. അപ്പം ഈ അമ്മച്ചിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ആളുകൾ മാറ്റണം. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതാണ്, പെട്ടെന്ന് എടുത്തടിച്ച് വർത്താനം പറയണം, അങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ വാർത്ത പറയാൻ വന്ന് ഇന്നും അവരോടും മുഷിഞ്ഞ ഒരാളോടും പറഞ്ഞിട്ടില്ല, അവരെന്നോടും പറഞ്ഞിട്ടില്ല. ഞാൻ യാത്ര പോകും, അരിമല്ലൊക്കെ കൊല്ലംകാര അവരൊക്കെ വണ്ടിയിലൊക്കെ വരും, അവിടെ നിൽക്കാൻ പറയും. ആരായിരുന്നു ഞാൻ അവിടെ നിൽക്കും, ആരാ എന്താന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കും. ഞങ്ങൾ ഫോട്ടോ എടുത്താൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താലാൻ പറയും. ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതിനെ വിമർശന ബുദ്ധിയോടെ എടുക്കാനല്ല, ഇതൊരു സാധാരണക്കാരൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. ഒരു സർക്കാർ, കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ പരാജയം എന്തൊക്കെയാണ് എന്ന് ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ പറയുന്നതാണ് ഈ കേൾക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഭരണത്തിൽ വ്യത്യാസം വരുത്തുകയും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും പെൻഷനും ആശുപത്രിയിലും മരുന്നും മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ ഈ 87 വയസ്സ് പ്രായമായി അമ്മച്ചി ഇതിനെ പ്രതികരിക്കുന്നത് കണ്ടിട്ട്
നിങ്ങൾ അതിനെതിരെ വഴക്കുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടോ കല്ലുപെറുക്കി എറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ അമ്മച്ചിക്കെതിരെ എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് കാര്യമില്ല. ഈ ഒരു സർക്കാരിൻ്റെ പരാജയം എന്താണ് എന്നുള്ളൊരു സാധാരണക്കാരൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താൻ തയ്യാറാകണം അല്ലേ? അതെ, അതല്ലേ അമ്മച്ചി ഉദ്ദേശിച്ചത്? ഞാൻ ഒരാക്കടെ അല്ല, മൊത്തം ഒരാക്കടെ ജീവൻ എടുക്കാൻ അവർക്ക് അധികാരമില്ല. ഒരുത്തരെ അവർക്ക് ജീവൻ എടുക്കുന്നതിന് കുഴപ്പമില്ല, ജീവനും കൂടെ തരാനും കൂടെ പറ്റും. ജീവനെ ഇട്ട് തന്നെ ഒരു കൊച്ചിനെ കൊന്നു, അത് സാരമില്ല എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ജീവൻ തന്നെ. അല്ല ഇനി അതിനാന്ന് ചോദിച്ചാൽ ഇപ്പോൾ വണ്ടിപ്പെരിയാർ ആ കൊച്ചു പറ്റും വർഗീസ് പറഞ്ഞ 5 ലക്ഷം രൂപ ആ കൊച്ചിന് കൊടുക്കാം, 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന്. അപ്പോൾ അവൻ്റെ മകനെ കൊല്ല, നാട്ടുകാർ പിരിവിട്ടാവത്തില്ല, 5 ലക്ഷം 6 ലക്ഷം കൊടുക്കാം, അത് സമ്മതിക്കുമോ? ഒരു കൊച്ചിന് 5 ലക്ഷം രൂപ വിലയിടാൻ, ഒരു മനുഷ്യന് വിലയിടാൻ ആരും കൊണ്ടും പറ്റിയില്ല. പറ്റുമോ? പിണറായി മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒരു ആയി വരുമെന്ന് നമുക്ക് പിണറായിക്ക് വരെ അറിയില്ലായിരുന്നു. അത് ദൈവമല്ലേ നിശ്ചയിക്കണേ. അപ്പം അങ്ങനെ പറയുന്ന അമ്മമാരെ വെറുതെ വിടാൻ പാടില്ല. 5 ലക്ഷം രൂപ ആ കൊച്ചിനും വിലയിടാൻ അവനാരാ? ഞാൻ ചോദിക്കണം, ആ കൊച്ചു കോടികൾ ചിലപ്പോൾ ഉണ്ടായി വരും. ഒരു മനുഷ്യന് വില കൽപ്പിക്കാൻ ദൈവത്തെ കൊണ്ട് പറ്റുമോ? നമുക്ക് പറ്റിയല്ല. പറ്റുമോ? പെണ്ണാണായാലും കോടികൾ, അതിൻ്റെ കോടികൾ ഒന്നും ഇല്ലാത്ത കോടികൾ ഉണ്ടാക്കണേ പിള്ളേരെന്തോരം കൊണ്ട്. സുരേഷ് ഗോപി മന്ത്രിയായതിനു ശേഷം അമ്മച്ചി പോയി കണ്ടോ? പോയില്ല. വിളിച്ചാൽ വരും, ഇവർ സമ്മതിക്കില്ല. സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഇത്രയും പ്രശസ്തയായ ഒരു അമ്മച്ചി ഞങ്ങളുടെ നാട്ടുകാരി എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തുടർന്നുള്ള കാര്യങ്ങളും ദൈവം സഹായിക്കട്ടെ, ശക്തമായി പ്രതികരിക്കാനുള്ള ഊർജം ഉണ്ടാകട്ടെ. അതെനിക്ക് ദൈവം തരാം. ഞാൻ ആരെ ഇന്ന് വരെ നുള്ളി പറിച്ചിട്ടില്ല. ദേഷ്യം വന്നാൽ മറുപടി. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, ദേഷ്യപ്പെടരുത്. ഇല്ല. ഈ മജിസ്ട്രേറ്റ് മറിയാന്നൊരു പേര് ലഭിക്കാനുള്ള കാരണം എന്താ? ഇപ്പോൾ ഒരാളെ തല്ലിക്കൊല്ലുക, എനിക്ക് കോടതി കയറാൻ പറ്റിയല്ല. എനിക്ക് അതിനൊക്കെ പോയാൽ വലിയ വയ്യാവില്ല. ഞാൻ മണ്ണോടത്ത് വെച്ച് കാണും, ഞാൻ പറയും ഇനി മേലെ അടുത്തവരെ കൈകാര്യം ചെയ്യാതിരിക്കാനാ ഞാൻ പറഞ്ഞിരിക്കും. ഇഷ്ടം പോലെ കോടതി പോയിട്ടുണ്ട് സർക്കാരുടെ കാര്യത്തിന്. ചായ കുടിച്ചായിട്ട്, കാരണം പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പോണതാണ്. അതിപ്പോൾ ഇവിടെ ആയാലും തെറ്റ് ചെയ്യണ കണ്ടാൽ ഞാൻ പറയും അത് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കും, ഞാൻ ഒത്തിരി സാക്ഷി പറയാൻ പോയിട്ടുണ്ട്. കള്ളസാക്ഷിക്കല്ല, സത്യത്തിലാണ് പറയാൻ. ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വക്കീലിൻ്റെ മറുപടി ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഓരോ പറമ്പിൽ എന്നൊക്കെ ഉള്ളതെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ നമുക്കറിയാവില്ല, കൃഷി ചെയ്തിട്ടുള്ള ആളല്ലേ, അപ്പോൾ നമുക്കറിയാവുന്നിടത്തോളം കൃഷിയൊക്കെ പറയും. പിന്നെ എന്നാ ഉള്ളതെന്ന് ചോദിച്ചാൽ പലവപ്പള്ള, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പലവപ്പള്ള. മഴ എന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ വെള്ളമുണ്ടോന്ന്, വെള്ളമുണ്ട്. അപ്പോൾ ഏത് മാസത്തിലാന്ന് വക്കീലിന് അക്കരി വെച്ച് ഇഷ്ടംപോലെ വെള്ളമുണ്ടെന്ന്. വെള്ളായോ വെള്ളമില്ല. ആ ഭാഗം ഞാൻ ക്ലിയറായി, ഞാനാ ചോദിച്ചത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ദൈവത്ത് വട്ടക്കുഴി വക്കീൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി ഞാൻ വിട്ടു കൊടുക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ശക്തമായ മറുപടി ഞാൻ മറുപടി പറയും. കാരണം പാവങ്ങളാ ഇവര്. പണക്കാരോട് ഓയ പര്യത്തെ സോമരാജനോട് കൈക്കൂലും മേടിച്ച് താവളമാക്കിയ പാവങ്ങളാ. അപ്പനെയും കൊണ്ടുപോയി തല്ലി ഇട്ടിച്ച് പഞ്ചറാക്കി. ഈ വാദിയും പ്രതിയോട് കാശും വരുത്തും പണക്കാരെ. അതുപോലെ പാവങ്ങളാ, സ്വന്തക്കാരാ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാനും അവന് ഒരു വീട്ടിലാ പണിയണേ. അപ്പം ആ സ്നേഹം ഇല്ലേ, അതങ്ങനെ പോവുക, കരഞ്ഞോണ്ട് കൂട്ടുക. എന്നാടാ അവിടെ നിൽക്കടാന്ന് പറഞ്ഞ് നിൽക്കല. അപ്പൻ ജയിലിൽ കൊടുക്കുക, നിരപരാധികളാ. അപ്പം ഞാൻ വിവരം പറഞ്ഞു, നിൽക്കട അവിടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി പറഞ്ഞു. ആ മലമുണ്ടത്താക്കാൻ പറഞ്ഞു, വെള്ളച്ചൂരി കാണാൻ പോവാ. അയാൾ അസംബ്ലിയിലൊക്കെ പോണ ആളാ. നീ ഇങ്ങോട്ട് പോടാ, നിന്റെ അപ്പൻ എന്നീ ഇറക്കി തരാടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. ഞാൻ പോയി. രാത്രിയായി. പൂണൂരിൽ ജോണിയെ കൊണ്ട് ജാമ്പത്തി അവർ രണ്ടുപേരെ ഇറക്കിയിട്ട് പിന്നെ ആ കേസിലേക്ക് ഞാനങ്ങ് ഇറങ്ങുകയത്. അസുന്ദരായിട്ട് അവർ 6 ഏക്കർ സ്ഥലവും പിടിച്ചു കൊടുത്തു, പട്ടാളപണിയും ഞാനും. ഒന്നും കൈക്കൂലി പറ്റിയില്ല. പിന്നെ ഇപ്പം അവർക്കൊക്കെ കിട്ടി പൈസയായപ്പോൾ ഞങ്ങളെ കാണും മോൻ മറിച്ച് പോകും. അത് അവരുടെ മെനകേടാ, അത് നമ്മുടെ കയ്യിലല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. ആപത്തിന് വേണം. അത് ജയിച്ചു കഴിയുമ്പോൾ അവരെ വേണ്ട. അങ്ങനെയല്ല, വാരിക്കൊരു അത് നല്ല വാക്ക് പറയാൻ പോലെ അങ്ങനെ ചെയ്യും. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് പോയിട്ടുണ്ട്. ഇനിയും പോകും. എന്തായാലും ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കാണുക. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ.